ഞങ്ങളുടെ പ്രവാസശേഷം അവരുടെ നിന്റെ സഹായം തേടി നിന്റെ മിസ്സിയോ മധ്യസ്ഥ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏക ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്തുതി ആയിരിക്കട്ടെ. കൂട്ടായ്മാനുഭവ പ്രഭയിൽ വചനത്താൽ ബന്ധിതരായി കൂട്ടായ്മാനുഭവ പ്രഭയിൽ വചനത്താൽ ബന്ധിതരായി അണഞ്ഞിടുന്നു നിന്റെ മക്കൾ കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ തായ്മാനുഭവ പ്രഭയിൽ വചനത്താൽ ബന്ധിതരായി അണഞ്ഞിടുന്നു നിന്റെ മക്കൾ കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ അനുദിന ജീവിത സുഖദുഃഖങ്ങൾ പരസ്പരമെല്ലാം പങ്കുവയ്ക്കാം അനുദിന ജീവിത സുഖദുഃഖങ്ങൾ പരസ്പരമെല്ലാം പങ്കുവയ്ക്കാം നീ ഇന്നു നൽകിടും ആത്മബലത്താൽ നീ ഇന്നു നൽകിടും ആത്മബലത്താൽ അർപ്പിച്ചിടാം നിൻ ദാനങ്ങളൊന്നായി കൂട്ടായ്മാനുഭവ പ്രഭയിൽ വചനത്താൽ ബന്ധിതരായി അണഞ്ഞിടുന്നു നിന്റെ മക്കൾ കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ കാഴ്ചയണയ്ക്കാൻ നിന്റെ മുന്നിൽ
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങൾ. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരെയും വരാൻ സാധിക്കാത്തവരെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളോടൊപ്പം ഈ കൂട്ടായ്മയിൽ സന്നിഹിതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷകളെല്ലാം അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ ഓരോരോ ദൗത്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. തോമസ് കുട്ടിയെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ജപമാലയ്ക്ക് നേതൃത്വം കൊടുത്ത കാർമലി ചേച്ചിയും കുടുംബത്തെയും ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പ്രൊക്ലമേഷൻ നടത്താനിരിക്കുന്ന സിസ്റ്റർ ദീപ്തിയെ സമർപ്പിക്കുന്നു. സാക്ഷ്യം പറയാനിരിക്കുന്ന എൽസി ചേച്ചിയെ സമർപ്പിക്കുന്നു. സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യുന്ന തോമസ് ചേട്ടനെ സമർപ്പിക്കുന്നു. മിസിയോയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആലിസ് ചേച്ചിയെ അങ്ങനത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്പെഷ്യൽ മെസ്സേജ് തരുന്ന ആലപ്പാട്ട് പിതാവിനെ അങ്ങനത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ബ്ലെസ്സിങ്സ് തരുന്ന സെബാസ്റ്റ്യൻ അച്ഛനെയും അങ്ങനത്തെ മുമ്പിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷകളിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ ഇതിനായി ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും സംവിധാനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ ശുശ്രൂഷ നടത്തപ്പെടുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും കാരുണ്യവും ഈ സമയം മുഴുവനും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ലോക സുവിശേഷവൽക്കരണത്തിനായി മിസിയോ കുടുംബം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അങ്ങയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കണമേ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 131:1 ഇപ്രകാരമാണ് പറയുക: സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര ശ്രേഷ്ഠവും സന്തോഷവും ഉള്ള കാര്യമാണെന്ന്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചകളിൽ നാം ധ്യാനിച്ച് കടന്നു വന്നതുപോലെ ഒരു കൂട്ടായ്മയായി പരിശുദ്ധ അമ്മയോടും മറ്റ് സഹോദരോടും കൂടെ ആയിരുന്ന കൂട്ടായ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ യേശുവിനോടുള്ള സ്നേഹത്തെയും സുവിശേഷത്തെക്കുറിച്ചുള്ള ത്യാഗത്തെയും പ്രതി മാത്രം ഇന്ന് ഈ ഓൺലൈനിൽ ഒരുപാട് തിരക്കുകളും ഒരുപാട് ജോലികളും മാറ്റിവെച്ച് ഇന്ന് ഒരുമിച്ചായിരിക്കുന്ന എൻ്റെ എല്ലാ മിസിയോ കുടുംബാംഗങ്ങളെയും യേശുവിന്റെ സ്നേഹത്തോടെ, യേശുവിൽ ഒന്നായിരിക്കുന്ന ആ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ നമുക്ക് വേണ്ടി ജപമാല അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോൺ ചേട്ടനെയും കാർമലി ചേച്ചിയെയും കുടുംബത്തെയും സ്നേഹത്തോടെ പ്രാർത്ഥനയിൽ ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പ്രീത ചേച്ചി പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ദൈവസാന്നിധ്യത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ കൂട്ടായ്മയ്ക്ക് വേണ്ട കൃപയെല്ലാം ഈ പ്രാർത്ഥനകളിലൂടെ നമ്മളിലേക്ക് ദൈവം ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഏറ്റവും പ്രധാനമായി നമ്മുടെ മിസിയോ കുടുംബത്തിന്റെ രക്ഷാധികാരിയും ചിക്കാഗോ രൂപതയുടെ പിതാവുമായ മാർജോയി ആലപ്പാട്ട് പിതാവിനെ നമ്മെ ആശീർവദിക്കാനും നമ്മോടുകൂടെ ആയിരിക്കാനും ഇന്നിവിടെ സന്നിഹിതനായിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മെ ആശീർവദിക്കാനും സമാപന സന്ദേശം നൽകുവാനുമായിട്ട് ഫാദർ സെബാസ്റ്റ്യൻ അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. യഥാർത്ഥ ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള
നമ്മുടെ CC ആലിസൂട്ടി ചേച്ചിയെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആലിസൂട്ടി ചേച്ചിയെയും മിസിയോ ടീമിനെയും എല്ലാ എൽഡേഴ്സിനെയും എല്ലാ മെന്റേഴ്സിനെയും എല്ലാവരെയും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും യേശുവിന്റെ സ്നേഹത്തിൽ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക്, മിസിയോ പ്രിലിംസിന്റെ 13ാം ബാച്ചിന്റെ 8ാമത്തെ സെഷനിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ഇങ്ങനൊരു വചനഭാഗമുണ്ട്. 47ാം അധ്യായം. ദേവാലയത്തിന്റെ മധ്യത്തിൽ നിന്ന് ഒരു നദി ഒഴുകി വരുവാണ്. ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് പോകുന്തോറും ഇതിന്റെ ആഴം കൂടിക്കൂടി പോകുന്നു. അതേപോലെ തന്നെയാണ് നാം ആരംഭിച്ചത് എവിടെയാണ്? ദൈവത്തിന്റെ സ്നേഹത്തെ, നിഷ്കളങ്കമായ അതിരില്ലാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ പാപ സാഹചര്യങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കി, നാം ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് നമുക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ നാഥനും രക്ഷകനുമായ ക്രിസ്തു നമുക്ക് നേടിത്തന്ന ആ രക്ഷയെ നമ്മൾ ഏറ്റെടുത്ത്, ആ വിശ്വാസത്തിന്, ആ രക്ഷയെ ഏറ്റെടുത്ത് അതിന് പ്രത്യുത്തരമായി നമ്മൾ ജീവിച്ച്, അങ്ങനെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ ഇനിയും നമ്മൾ കൂട്ടായ്മയിൽ ആഴപ്പെടാൻ പോകുകയാണ്. ഇന്ന് നമ്മളെ അതിന്റെ ആഴങ്ങളിലേക്ക് നയിക്കുന്നത് സിസ്റ്റർ ദീപ്തി തെരേസയാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഞാൻ പ്രൊക്ലമേഷനായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് സിസ്റ്റർ ദീപ്തി തെരേസ. ഞാൻ USA അറ്റ്ലാന്റ എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. എൻ്റെ കോൺഗ്രിഗേഷന്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് സയൻസ്. ഞാൻ മിസിയോയിൽ ചേർന്നത് 10ാമത്തെ ബാച്ച് മുതലാണ്. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് കൂട്ടായ്മയെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവസ്നേഹം പങ്കുവെച്ച് ജീവിക്കുന്നത് ഒരു കൂട്ടായ്മയിലൂടെ ഒരു സമൂഹത്തിൽ നാം വളരേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ ആ ചൈതന്യം നിർത്തുന്നത് കൂട്ടായ്മയിലൂടെയാണ്. ദൈവസ്നേഹം പങ്കുവെക്കുമ്പോഴും കൂട്ടായ്മയിൽ വളരാൻ കഴിയുമ്പോൾ നമ്മൾ കൂടുതലായി ദൈവസ്നേഹത്തിൽ വളരുന്നു. എന്തുകൊണ്ടാണ് എപ്പോഴും കൂട്ടായ്മ ഒരു ഇമ്പോർട്ടൻ്റ് ആയി കാണുന്നത്? കൂട്ടായ്മകൾ പലതരത്തിലും പല രീതിയിലും പല ഭാവത്തിലും ഉണ്ട്. പിതാവായ ദൈവത്തിന്റെ സ്നേഹം അറിയുന്ന കൂട്ടായ്മയിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബൈബിളിൽ തന്നെ ഒരു കൂട്ടായ്മയുടെ പുസ്തകമാണ് പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ 73 പുസ്തകങ്ങളുടെ ഒരു കൂട്ടമാണ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി മുതൽ ഈ കൂട്ടായ്മ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2ാമത്തെ അധ്യായത്തില് 18ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന്. തുടർന്ന് ബൈബിളിൽ ഉടനീളം കൂട്ടായ്മയുടെ പ്രാധാന്യം കാണുവാൻ സാധിക്കും. കൂട്ടായ്മയുടെ ആധാരം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ്. പുതിയ നിയമത്തിൽ നാം അത് മനസ്സിലാക്കിയതുമാണ്. എന്നാൽ കൂട്ടായ്മയുടെ പൂർണ്ണമായ രൂപം നാം കണ്ടെത്തുന്നത് ത്രിത്വൈക ദൈവത്തിലാണ്, ഓർ ബ്ലെസ്സഡ് ട്രിനിറ്റി. ത്രിത്വൈക പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും. ഈ കൂട്ടായ്മയിൽ ഒരു അനുഭവമാകേണ്ടതിൽ അല്ലെങ്കിൽ പങ്കുചേരേണ്ടതിൽ ദൈവം നമ്മളെ വിളിക്കുകയും ചെയ്തു. നമുക്ക് കാണാം ജെറമ്യായ 1-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, Before I formed you in the womb, I knew you. Before you were born, I consecrated you. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരാൻ തെരഞ്ഞെടുത്തത് തന്നെ യേസേപ്പും മാതാവും അടങ്ങുന്ന തിരുക്കുടുംബം എന്ന കൂട്ടായ്മയിലാണ്. തിരുക്കുടുംബം കൂട്ടായ്മയിലാണ് യേശു വളർന്നതും. യേശുവിൻ്റെ പുണ്യജീവിതം തുടങ്ങുവാൻ സമയമായി എന്ന് ഓർമ്മപ്പെടുത്തുവാനായി പരിശുദ്ധ അമ്മ ഖാനായിലെ കല്യാണ വിരുന്നില് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പെന്തക്കോസ്തായിൽ അമ്മയുടെ കൂടെ ശിഷ്യന്മാര് കൂട്ടമായിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആണ് പരിശുദ്ധാത്മാവ് അവരുടെ മേല് വന്നത്.
തന്റെ പരസ്യ ജീവിതകാലത്ത് ദൈവരാജ്യത്തിന്റെ സുവിശേഷം മറ്റുള്ളവർക്കായി പങ്കുവെച്ചു കൊടുക്കുന്നതിനായി ശിഷ്യന്മാരെ ഒരു കൂട്ടമായി യേശു തിരഞ്ഞെടുത്തു. അവരെയാണ് ആദിമ ക്രൈസ്തവ സഭയ്ക്ക് പിൻകാലത്ത് രൂപം നൽകിയത്. യേശുവിനെ പിന്തുടർന്ന് ശിഷ്യന്മാരായി കടന്നു വന്നവർക്കെല്ലാം വെല്ലുവിളികളും പ്രതികൂല സാഹചര്യങ്ങളും മനുഷ്യരിൽ നിന്നും സാത്താനിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അണഞ്ഞു പോകാത്ത ദീപങ്ങളായി അവരെ സംരക്ഷിച്ചത് കൂട്ടായ്മ ആണെന്ന കാര്യം നാം മറന്നു പോകരുത്. ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവർക്കും ഈ അനുഭവം വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം മുന്നോട്ടുള്ള ജീവിതവും കൂട്ടായ്മ വഴിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ കൺമുൻപിൽ തന്നെ നമുക്ക് കാണാം ആലീസ് കുട്ടി ആന്റിയുടെ ലൈഫ്. എന്നും നിറപുഞ്ചിരിയോടെ നമ്മളെ ലീഡ് ചെയ്യുന്ന ആലീസ് കുട്ടി ആന്റിയുടെ ലൈഫിൽ ഈ മിസ്സിയോ ആരംഭത്തിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രതികൂല സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടും വെല്ലുവിളികളും മനുഷ്യരിൽ നിന്നും സാത്താനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കൂട്ടായ്മ ആ വെല്ലുവിളികളെല്ലാം പ്രതിസന്ധിയിലെല്ലാം കടന്നു പോയപ്പോൾ മിസ്സിയോയിലെ വളർച്ചയില് നമുക്ക് കാണാം കൂട്ടായ്മയാണ് ആലീസ് കുട്ടി ആന്റിക്ക് ഒത്തിരിയേറെ ശക്തി നൽകിയെന്ന് നമുക്ക് കാണാം. ആലീസ് കുട്ടി ആന്റി ഇന്നും നിറപുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആലീസ് കുട്ടി ആന്റിയുടെ പവർ ഹൗസ് എന്ന് പറയുന്ന കൂട്ടായ്മ എന്ന മിസ്സിയോ കുടുംബം വഴിയാണ്. ഒക്കോഴ്സ് പരിശുദ്ധാത്മാവാണ് ഈ മിസ്സിയോ കൂട്ടായ്മയുടെ ലീഡർ. അതെ, ദൈവസ്നേഹമുള്ളവർക്ക് കൂട്ടായ്മയിൽ വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും സാധിക്കുന്നു. ഉദാഹരണത്തിന് വിശുദ്ധരുടെ ജീവിതം. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിലെ 2-ാമത്തെ അധ്യായത്തില് 46-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവ വഴി സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അതെ, നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ട ഒരു കാര്യമാണ് താല്പര്യപൂർവ്വം പങ്കുചേരുക എന്നത്. അത് നമ്മുടെ മെയിൻ ഗ്രൂപ്പിലായാലും സബ് ഗ്രൂപ്പിലായാലും നമ്മൾ അതിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേരണം. കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരുടെ ഒന്നിച്ചു വരുന്ന വരവിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ഏകീകരണത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതിനാൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധ്യമല്ല. സ്നേഹത്തിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവ്, കൂട്ടായ്മ. ഈ ലോകത്തില് ഒത്തിരിയേറെ കൂട്ടായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പല കൂട്ടായ്മകളും കൂട്ടായ്മകളല്ല, ഒരു കൂട്ടം മാത്രമാണ്. എന്തുകൊണ്ടാണ് പല കൂട്ടായ്മകളും വളരാത്തത്? കാരണം ഇന്ന് പല കൂട്ടായ്മകളും ദൈവ സ്നേഹത്തിലല്ല നയിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പിലല്ല. ഒത്തിരിയേറെ ഭൗതിക കൂട്ടായ്മകൾ നമ്മുടെ കാണാൻ സാധിക്കും. പക്ഷെ അത് നമ്മളെ ആത്മീയമായിട്ട് വളർത്തുന്നില്ല. കൂട്ടായ്മകൾ തകർക്കാൻ കാരണം പാവം എന്ന വിള്ളല് വഴിയാണ്. ഇന്ന് കുടുംബമായുള്ള കൂട്ടായ്മകളിൽ ഒത്തിരിയേറെ വിള്ളലുകൾ വന്നിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവിലല്ല കുടുംബം നയിക്കപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പിലൂടെ ഒരു കൂട്ടായ്മ ഫലപ്രദമാകുമ്പോൾ കൂട്ടായ്മയിൽ ഒരേ മനസ്സോടും ഒരേ ആശയത്തോടും ഒരേ ലക്ഷ്യത്തോടും കൂടി നയിക്കുന്നതായിട്ട് കാണാം. ദൈവസ്നേഹം വളരുന്നതായി കാണാം. ഒരു പരിചയമില്ലാത്തവർ സ്നേഹത്തോടെ വളരുന്നത് കൂട്ടായ്മയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറുകയാണ് അതുവഴി. എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ മിസ്സിയോ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരിയേറെ സഹോദരങ്ങളെ കിട്ടിയെന്ന് പറയാം. എൻ്റെ വിഷമങ്ങളില് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥനാ സഹായത്തിന് ഞാൻ എന്നും ആദ്യം ഓടുന്നത് മിസ്സിയോ ഗ്രൂപ്പിലേക്കാണ്. ഞാനൊരു ദിവസം വിളിച്ചില്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മയിലുള്ള മിസ്സിയോ അംഗങ്ങളെ എന്നെ അന്വേഷിക്കും. അത്രയധികം സ്നേഹബന്ധത്തിലാണ് ഈ മിസ്സിയോ ഗ്രൂപ്പിൽ എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത് കൂട്ടായ്മ വഴി. അത് മാത്രമല്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ എനിക്ക് പറയാം, പരിശുദ്ധാത്മാവിന്റെ അനന്തമായ സ്നേഹത്തിലാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ലൈഫ് തുടരുന്നതെന്ന്. കാരണം
രാവിലെ എണീക്കുമ്പോൾ തന്നെ 1 മണിക്കൂർ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്. കൂട്ടായ്മ പരിശുദ്ധാത്മാവിലൂടെ നയിക്കപ്പെടുന്നതായിട്ട് കാണാം ഇതുവഴി. അത് മാത്രമല്ല, ആരംഭിക്കുന്ന ദിവസം തന്നെ വിശുദ്ധ കുർബാന എന്ന കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിലുള്ള കൂട്ടായ്മയിൽ വളർന്നുകൊണ്ടാണ് അന്നത്തെ ദിവസം തന്നെ ഞങ്ങൾ ആരംഭിക്കുന്നത്. തിരിച്ച് ജോലികളെല്ലാം കഴിഞ്ഞ് 7:30 എന്ന സമയമുണ്ടെങ്കിൽ വൈകുന്നേരം ഞങ്ങൾ വീണ്ടും അൽത്താരയുടെ മുന്നിൽ ഒന്നിച്ചു കൂടും ആരാധനയ്ക്ക് വേണ്ടി. അവിടെ മനസ്സ് തുറന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയും. അന്ന് സംഭവിച്ചത്, അന്ന് കണ്ടുമുട്ടിയ വ്യക്തികളെ കുറിച്ച് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് ഈശോയുടെ അനുഗ്രഹവും സഹായവും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. ഇത് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഒരു ഫലപ്രദമായി അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്ന കമ്മ്യൂണിറ്റി ആണെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പ് വഴിയും കൂട്ടായ്മ വഴിയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതിനാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ കൊടുക്കാം. നമ്മളാകുന്ന മനുഷ്യനെ ആത്മീയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് കൂട്ടായ്മ വഴിയാണ്. പരിശുദ്ധാത്മാവിൽ പുതിയ സൃഷ്ടിയായി മാറുന്നതും കൂട്ടായ്മ വഴിയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ കൂട്ടായ്മ അനുഭവിച്ചിരുന്നു. പിതാവായ ദൈവത്തോടെ എപ്പോഴും കൂട്ടായ്മ അനുഭവത്തിലായിരുന്നു ഈശോ. ഈശോയുടെ ആത്മീയ ലൈഫ് കണ്ടിട്ട് നമുക്കറിയാം, ശിഷ്യന്മാര് ചോദിക്കുകയുണ്ടായി, കർത്താവേ, ഞങ്ങൾക്കും ഈ പ്രാർത്ഥന പഠിപ്പിച്ചു തരുമോ എന്നത്. അതിലൂടെ ഈശോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. ഈ പ്രാർത്ഥനയാണ് കൂട്ടായ്മ പ്രാർത്ഥന. നമുക്കും എന്നും ഏറ്റു ചൊല്ലുമ്പോൾ കൂട്ടായ്മയിൽ വളരുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചൊരു വചനമാണ് സഭാപ്രസംഗങ്ങളിലെ 4-ാം അധ്യായത്തിലെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങള്. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരനെ താങ്ങാൻ കഴിയും, ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാനാവില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും, ഉപ്പരി ചരട് വേഗം പൊട്ടുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും കൂട്ടായ്മയോടെ വളരുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങള്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ലീഡർഷിപ്പിനായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ കൂട്ടായ്മയില് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷികളായിട്ട് മാറാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സിസ്റ്റർ. അതിമനോഹരമായ വാക്കുകളിലൂടെ നമുക്ക് കൂട്ടായ്മയെ പറ്റി പ്രഘോഷിച്ചു തന്ന സിസ്റ്റർക്ക് നമുക്ക് സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നന്ദി പറയാം. സിസ്റ്റർ ഒരുപാട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൂട്ടായ്മയെ പറ്റി പറഞ്ഞു തന്നത്. നമ്മൾ ഡെയിലി ആയിരിക്കുന്ന, നമ്മൾ എന്നും കാണുന്ന വചനത്തിന്റെ കൂട്ടായ്മയും കുർബാനയുടെ കൂട്ടായ്മയും സിസ്റ്റർ ആയിരിക്കുന്ന കൂട്ടായ്മയും എല്ലാം നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നത്. നമുക്ക് അടുത്തതായി സ്വന്തം ജീവിതാനുഭവം കൊണ്ട്, ഒരു ടെസ്റ്റ് മണി കൊണ്ട് ഈ കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് എൽസി ചേച്ചിയാണ്. ഒരുപാട് പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടെ നമുക്ക് എൽസി ചേച്ചിയെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് എൽസി. ഞാൻ ഇന്ന് അമേരിക്കയിലെ ഹൂസ്റ്റണിൽ താമസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 18-ാം വചനം പ്രകാരം പറയുന്നു, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. നമ്മൾ ഓരോരുത്തരും, ദൈവത്തിന്റെ സൃഷ്ടിയായ നമ്മൾ ഓരോരുത്തരും ഏകരായിരിക്കുന്നതിനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്, കൂട്ടായ്മയിലായിരിക്കുന്നതിനാണ്. നമ്മളെ കൂട്ടായ്മയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിന് നമുക്ക് കൂട്ടുനിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ വർത്തിക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു. ഞാൻ ജനിച്ചത് തന്നെ ഒരു കൂട്ടുകുടുംബത്തിലാണ്. 3 തലമുറകൾ അടങ്ങുന്ന ആ കുടുംബത്തിൽ എല്ലാ ക്രിസ്തീയ വിശ്വാസങ്ങളും
എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും അവിടുന്ന് ലഭിച്ചു. എൻ്റെ വിദ്യാഭ്യാസ കാലത്തും അങ്ങനെ തന്നെ. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഒരു സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ജോണാണ് എൻ്റെ ഭർത്താവ്. ഞങ്ങൾക്ക് 3 ആൺകുഞ്ഞുങ്ങളെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. അവർ 3 പേരും നന്നായി പഠിക്കുകയും അവരും നല്ല ജോലി, 3 പേരും എഞ്ചിനീയേഴ്സ്. കലാകാലങ്ങളിൽ അവർക്കും ജോലി ലഭിച്ചു. അവര് വിവാഹിതരായി, അവർക്കും കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ 10 കൊച്ചുമക്കളുള്ള വല്യമ്മയാണ് ഞാൻ ഇന്ന്. ഞാൻ ആദ്യമേ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ കൂട്ടുകുടുംബത്തിൽ എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും കൂടി ജീവിക്കുന്നു. അവിടെ അതായത് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നിന്റെ കൊച്ചുമക്കളെ കാണുന്നതിനുള്ള അനുഗ്രഹം നിനക്ക് ഞാൻ നൽകും എന്നുള്ള വചനം ഇവിടെ പ്രാവർത്തികമായിട്ടുണ്ട്. ഇങ്ങനെ സമയം ഞങ്ങളിങ്ങനെ നന്നായിട്ട് ജീവിച്ചുകൊണ്ട് പോരുകയായിരുന്നു. അപ്പോൾ സമാധാനവും സന്തോഷത്തോടും കൂടി എൻ്റെ 52ാമത്തെ വയസ്സിൽ എനിക്ക് അമേരിക്കൻ വിസ കിട്ടി. ഞാൻ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങോട്ട് പോരുന്നു. മക്കൾ 2 പേരും ഇപ്പോൾ ഇവിടെയുണ്ട്. അങ്ങനെ കഴിയവേ ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല സമാധാനപരമായി ഒഴുകുന്ന ഒരു ആണ് ഇപ്പോഴും ഞങ്ങളുടെ വീട്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ എന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു സഹനം ദൈവം അയച്ചു തന്നു. അതായത് 2023 ആണ്ടില് ഒരു 4 മാസക്കാലത്തോളം എൻ്റെ ഭർത്താവ് രോഗബാധിതനായി പല സമയങ്ങളിലായി ഹോസ്പിറ്റലിലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ അവന് കൺഫ്യൂഷൻ ഉണ്ടായി. അതേ തുടർന്ന് പുള്ളിക്കാരൻ എപ്പോഴും വർത്തമാനം പറയുന്ന അല്ലെങ്കിൽ നോൺ സ്റ്റോപ്പ് വർത്തമാനം, അതുപോലെ തന്നെ ഡിമെൻഷ്യയും. ഈ സമയങ്ങൾ അത്രയും ദൈവം കൂട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുവാണ്, വിവാഹ സമയത്ത് അച്ഛൻ ഞങ്ങളെ ആശീർവദിച്ചത്, ആവശ്യ സമയത്ത് നിങ്ങളെ സഹായിക്കുവാൻ ധാരാളം സുഹൃത്തുക്കൾ നിങ്ങൾ ഉണ്ടാകട്ടെ. അതെ, അതവിടെ സംഭവിച്ചു. എനിവേ, ശുദ്ധീകരണം അല്ലെങ്കിൽ സഹനങ്ങളിലൂടെ ഒത്തിരി ദൈവത്തോട് അടുക്കുവാൻ എനിക്ക് സാധിച്ചു. അവിടെ നിന്ന് പിന്നെ അങ്ങനെ തിരിച്ചു വീട്ടിൽ വരികയും കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ മിസിയോയുടെ 12ാം ബാച്ചിൽ ഞാൻ ചേർന്നു. ആ ബാച്ചിൽ ചേർന്നപ്പോഴാണ് എൻ്റെ പല അറിവുകളും എനിക്ക് തിരിച്ചറിവുകളായി എനിക്ക് മാറ്റം ചെയ്യാൻ സാധിച്ചത്. കാരണം ഈ കൂട്ടായ്മയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരും, അതായത് അവർ പരിശുദ്ധാത്മാവിൽ വളർന്നവരും പരിശുദ്ധാത്മാവിലായിരിക്കുന്നവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ദാഹിച്ചു ആയിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നു ഈ മിസിയോ. അപ്പോൾ ഈ മിസിയോയില് എനിക്ക് പലരും വഴി ദൈവം പല കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, എല്ലാ കൂദാശകൾ സ്വീകരിക്കും, ഇങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ സംതിങ് ഗുഡ് ആണ്. പക്ഷേ അതല്ല, ഞാൻ ഒന്നുമല്ല. എനിക്ക് തിയറി മാത്രമേ അറിയാവുള്ളൂ, പ്രാക്ടിക്കൽ അറിയത്തില്ല എന്ന് എനിക്ക് ഈ മിസിയോയിലൂടെയാണ് എനിക്ക് ബോധ്യമായത്. അപ്പോൾ ഇതിന്റെ 13ാമത്തെ ബാച്ചിലായപ്പോഴേക്കിനും അദ്ദേഹത്തിന് വീണ്ടും അസുഖം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഈ സൂം മീറ്റിങ്ങിലൊക്കെ പലപ്പോഴും എൻ്റെ തല നിങ്ങൾ കാണുകയില്ല, കാരണം എനിക്ക് ഇങ്ങനെ നോക്കണം. അപ്പോൾ ഉണ്ടായിരുന്ന 35 പേര്, ആ കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന 35 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേറ്റു. ഞാൻ നിറകണ്ണുകളോടെ അത് സ്വീകരിച്ചു. ഇപ്പോഴും ഈ കൂട്ടായ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഏറെ നന്ദിയുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്നോട് ആദ്യം പറഞ്ഞു തന്നത്, സഹനങ്ങൾ ലാഭകരമാക്കണം, സഹനം സന്തോഷത്തോടെ സഹിക്കണം. സഹനമുണ്ട്, എങ്ങനെ സന്തോഷത്തോടെ സഹിക്കുന്ന, മുക്കിയും മൂളിയും ഞരങ്ങിയും ഒക്കെ ഞാൻ സഹിക്കുകയായിരുന്നു. സത്യത്തിൽ പറയുകയാണെങ്കിൽ ക്രൂശനായ യേശുവിൻ്റെ ഇടതുവശത്ത് കിടന്ന കള്ളനെ പോലെയുള്ള സഹനം, അത് മിസിയോ ട്യൂബിലായപ്പോൾ അത് ഞാൻ വലതുവശത്ത് കിടന്ന കള്ളനെ പോലെ സഹിക്കാനുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കൂ, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ സാധിച്ചു. അപ്പോ വീണ്ടും എന്നോട് പറയുന്നു, ഈ ചേട്ടനെ കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണം. ആലോചിച്ച് നോക്കിയേ, 73 വയസ്സുള്ള ഒരു ഭർത്താവിനെ 70 വയസ്സുള്ള ഒരു ഭാര്യ എങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ നോക്കും? ഞാൻ വിചാരിച്ചു, ഈ പറയുന്ന ആള്, എനിക്ക് പറഞ്ഞു തന്ന ആള് കരയിൽ ഇരുന്ന് കപ്പൽ ഓടിക്കുന്ന ആള് ആണെന്ന് തോന്നുന്നത്. എനിവേ,
ഞാൻ അതും അനുസരിച്ചു. അതോടുകൂടി എനിക്ക് എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടായി. അങ്ങനെ കുടുംബത്തിലും സമാധാനം ഉണ്ടായി. അങ്ങനെ പോയിരിക്കുവേ അടുത്ത ബോധ്യം എനിക്ക് തരുന്നത്, അതായത് ഒരു 25 വർഷം മുമ്പ് ഞങ്ങൾ ചെയ്ത ഒരു പാപത്തിന്റെ ബോധ്യം എനിക്ക് തന്നു. അതായത് ഞങ്ങൾ 5 പേര്, അമ്മയും അപ്പനും 3 മക്കൾക്കും ഞങ്ങള് ഓരോ മോതിരം, അതായത് ബർത്ത് സ്റ്റോൺ വെച്ചുള്ള മോതിരം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അത് പാപമാണെന്ന് പ്രത്യേകിച്ച് നിയമാവർത്തനം 13 വായിക്കാൻ പറയുകയും അങ്ങനെ വായിച്ച് ഇത് 1-ാം പ്രമാണത്തിന് എതിരായിട്ടുള്ള പാപമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതേ ഓർത്ത് പച്ചത്ത് വെച്ച് ഏറ്റവും അടുത്ത നിമിഷം തന്നെ കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് വയ്യാതിരുന്നത് കൊണ്ടും ഫുൾ ടൈം നോക്കേണ്ടിരുന്നു കൊണ്ടും എനിക്ക് ആ സമയങ്ങളിൽ പള്ളിയിൽ പോകാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്ന ഒരു ധ്യാനത്തിൽ ഞാൻ സംബന്ധിച്ചു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് അവിടെ പറഞ്ഞത് ശനിയാഴ്ചയാണ് കുമ്പസാരിപ്പിക്കുന്നതെന്ന്. ഞാൻ വളരെ വേദനയോടെ എൻ്റെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്കിന്ന് നിന്നെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല, കാരണം ഇന്ന് കുമ്പസാര ഇല്ലല്ലോ, ഞാൻ നാളെ കുമ്പസാരിച്ചിട്ട് നിന്നെ സ്വീകരിച്ചോളാം. അപ്പൊ അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് ഞാൻ കേൾക്കുകയാണ്, കൊച്ചച്ഛൻ കുമ്പസാരക്കൂട്ടിലുണ്ട്, ആവശ്യക്കാർക്ക് പോയി കുമ്പസാരിക്കുക. ഒറ്റ ഓട്ടം ഞാൻ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി. ആദ്യത്തെ കുമ്പസാരക്കാരത്തി ഞാനായിരുന്നു. ഞാൻ പാപം ഏറ്റു പറഞ്ഞു. അച്ഛനെന്നെ അനുഗ്രഹിച്ചു, പാപമോചനം നൽകി തിരിച്ചു വിട്ടു. ധ്യാനം മുഴുവൻ കൂടി തിരിച്ചു വന്നു. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കിനും എൻ്റെ ഭർത്താവ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു. ഇനി എൻ്റെ മോഹം അദ്ദേഹത്തെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. അപ്പൊ എന്നാ മാർഗം? പുള്ളിക്ക് രോഗം പൂർണ്ണമായിട്ട് ഭേദമായിട്ടല്ല, പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ആ സ്ഥിതിയിലാണ്. അപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തിയുടെ മകൻ ഒരച്ഛൻ വീട്ടിലെ ഒരു ക്രിസ്തു സന്ദർശനത്തിനായി വന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നു, വെച്ചാൽ അദ്ദേഹത്തെ ഒന്ന് കുമ്പസാരിപ്പിക്കണമെന്ന്. അച്ഛൻ അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കുകയും സുകുർബാന കൊടുക്കുകയും രോഗീലേപനം നൽകുകയും ചെയ്തു. അന്ന് മുതൽ സാരമായ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കിനും അദ്ദേഹം മരുന്നുകളുണ്ട് എങ്കിലും പഴയ ജീവിതത്തിലേക്ക് കടന്നു. ഇന്ന് കാണിക്കുന്ന 3 സ്വഭാവങ്ങളും ഇപ്പൊ കാണിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഈ ഞാന് വിവാഹ സമയത്ത് ഒരു ഓത്ത്, നമ്മളെല്ലാവരും വിവാഹിതരായ എല്ലാവരും ഈശോയോട് ഒരു ഓത്ത് ചെയ്തിരുന്നു. ഇന്നു മുതൽ മരണം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും എന്നാ പറയുന്നത്, സമ്പത്തിലും ദാരിദ്ര്യത്തിലും തുടങ്ങി ഇങ്ങനെ എല്ലാത്തിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹം രോഗബാധിതനായിട്ട് ഇതുപോലെ നോക്കേണ്ടി വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സ്നേഹം എനിക്ക് പ്രകടിപ്പിക്കാൻ സാധിച്ചത്. ഇനി മർക്കോസിന്റെ സുവിശേഷത്തില് 9-ാം അധ്യായത്തില് 23-ാം വചനം പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. അതുപോലെ ജോഷുവ 3:5 പറയുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അതെ, ഈ കൂട്ടായ്മയിലൂടെ ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അതുപോലെ തന്നെ ആ സമയങ്ങളിലെല്ലാം ഹബക്കൂക്ക് 3:19 അഭിഷേകം എനിക്കുണ്ടായിരുന്നു. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. അതേ പ്രിയരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ നന്മയ്ക്കായിട്ട് എപ്പോഴും നമ്മളെ അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, വെട്ടിയൊരുക്കും, നമ്മുടെ ശാഖകൾ വെട്ടിയൊരുക്കും കൂടുതൽ ഫലങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രൈസ് ദ ലോർഡ്. താങ്ക് യു എൽസി ചേച്ചി. സ്വന്തം ജീവിതത്തില് കൂട്ടായ്മയിൽ ഈശോയെ കണ്ടുമുട്ടിയ അനുഭവം വളരെ മനോഹരമായിട്ട് നമുക്ക് പകർന്നു തന്ന ചേച്ചിയെ സ്നേഹത്തോട് ഓർക്കുന്നു. കൂട്ടായ്മയിലുള്ള കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തിരുത്തലുകളും അതിനുശേഷം നമ്മൾ ആത്മീയതയിൽ വളരുന്ന കാര്യമൊക്കെ ചേച്ചി ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞു വന്നു. കൂട്ടായ്മയെ ഇനി കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാനായിട്ട് പ്രസന്റേഷനുമായിട്ട് നമ്മുടെ തോമസ് ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുകയും നമ്മുടെ സബ് ഗ്രൂപ്പ് കൂട്ടായ്മയില് പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥനയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. കഴിഞ്ഞ മെന്റേഴ്സ് മീറ്റിംഗില് മെന്റേഴ്സ് എല്ലാവരും പങ്കുവെച്ചു തങ്ങളുടെ ഗ്രൂപ്പുകളിൽ നടത്തിയ പ്രാർത്ഥനയില് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായി. ഒത്തിരി പേരുടെ
ജീവിതത്തില് ഭാരങ്ങൾ മാറിപ്പോകുന്നതായിട്ടൊക്കെ അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ആ കൂട്ടായ്മകളിൽ ഉണ്ടായി എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കൂട്ടായ്മയെ കുറിച്ചാണ്. സിസ്റ്റർ ദീപ്തിയിലൂടെയും അതുപോലെ എൽസി ചേച്ചിയുടെ സാക്ഷ്യത്തിലൂടെയൊക്കെ നമ്മൾ കൂട്ടായ്മയെ കുറിച്ച് കേൾക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകം നിറഞ്ഞവരുടെ ഒത്തുചേരലാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. നമുക്ക് ഈ കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. ഈ കൂട്ടവും കൂട്ടായ്മയും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്ന് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ ജീവനില്ലാത്ത ഒരു കൂട്ടം വിറക് കാണുന്നുണ്ട്, അതൊരു കൂട്ടമാണ്. അതുപോലെ ജീവനുള്ള ഒരു കൂട്ടം മനുഷ്യരെയും കാണുന്നുണ്ട്. അവര് ജീവനുള്ളതാണെങ്കിലും അവരൊരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരിൽ ഒത്തുചേർന്നിരിക്കുകയാണ്. അപ്പൊ അവരെയും നമുക്ക് ഒരു കൂട്ടായ്മ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരു കൂട്ടം മനുഷ്യര്, ഒരു കൂട്ടം എന്നേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇനി പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രപഞ്ചം ദൈവാംശമുള്ള, ചലനമുള്ള, പരസ്പരം ആകർഷണമുള്ള ആകാശഗോളങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ദൈവം സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ദൈവാംശമുണ്ട്, അതിന് ചലനമുണ്ട്, പരസ്പരം ആകർഷണമുണ്ട്. എങ്കിലും അത് ഒരു കൂട്ടായ്മയല്ല, ഒരു കൂട്ടം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ജീവനില്ലാത്തൊരു ശരീരം എടുക്കുകയാണെങ്കിലോ അത് അവയവങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. ജീവനില്ലാത്തൊരു ശരീരം ഒരു അവയവങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. എന്നാൽ ജീവനും ആത്മാവുമുള്ള ശരീരം ചലനാത്മകവും ക്രിയാത്മകവുമാണ്. എന്ന് പറഞ്ഞാൽ ആത്മാവുള്ള ശരീരം അവയവങ്ങളുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. ഇവിടെ ശരീരത്തിന് ചലനാത്മകതയുണ്ട്, ആത്മാവുണ്ട്, ജീവനുണ്ട്, അത് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നു. അതിലൂടെ പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് പറയാൻ സാധിക്കും, കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത് ക്രിയാത്മക ശക്തിയായ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് ഒരു കൂട്ടത്തെ കൂട്ടായ്മയാക്കുന്നത്. നമുക്കറിയാം, ഏകീകരണത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. നമുക്ക് റോമ 5:5 ഈ പറയുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഏകീകരണത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ ആ നിറവ് അനുഭവിക്കുന്നവരുടെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുന്നു. അങ്ങനെ ദൈവസ്നേഹത്താൽ നിറയുന്നവരുടെ ആഗ്രഹങ്ങൾ ഏകീകരിക്കപ്പെടുന്നു, ചിന്തകൾ ഏകീകരിക്കപ്പെടുന്നു, അവരുടെ മനസ്സുകൾ തമ്മിൽ അടുക്കുന്നു, അവർ ഒരു കൂട്ടായ്മയായി തീരുന്നു. ഈ നമ്മുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും മനസ്സുകളെയും തമ്മിൽ അടുപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഒരു കൂട്ടായ്മയായി തീരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഈ പരിശുദ്ധാത്മ നിറവുള്ളവരുടെ ഈ സ്നേഹ കൂട്ടായ്മയുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യ സംസ്ഥാപനമാണ്. അവർക്ക് ഒരേ മനസ്സായിരിക്കും, ഒരേ ആശയമായിരിക്കും, ഒരേ ലക്ഷ്യമായിരിക്കും. നമുക്കറിയാം, ദൈവം തന്നെ ഒരു കൂട്ടായ്മയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം, ട്രിനിറ്റി. നമുക്കിത് പിതാവ് ആണോ വലുത്, പുത്രനാണോ വലുത്, പരിശുദ്ധാത്മാവാണോ വലുത് എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. ഇവിടെ 3 വ്യക്തികള്, 3 തുല്യരായ വ്യക്തികള്. പിതാവ് പുത്രനെ അഗാധമായി സ്നേഹിക്കുന്നു, പുത്രൻ പിതാവിനെ അഗാധമായി സ്നേഹിക്കുന്നു. ഇവരുടെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവം തന്നെ വലിയൊരു കൂട്ടായ്മയാണ്. ഏറ്റവും നിറവുള്ള ഒരു കൂട്ടായ്മ ഈ ത്രിത്വൈക ദൈവം തന്നെയാണ്. ഈ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയിലാണ് ദൈവം മനുഷ്യൻ. നമുക്കറിയാം, ഏദൻ തോട്ടത്തില് ആദ്യത്തെ സൃഷ്ടിച്ചതിന് ശേഷം അവിടെ നിന്ന് പറയുന്നുണ്ട്, 32:18 ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും ഒരു കൂട്ടായ്മയിലേക്കാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രപഞ്ചം തന്നെ ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിലാണ് വളരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി എന്ന് 32:15 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ഒരു കൂട്ടായ്മ ബന്ധത്തില് വളർന്നു വരുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയാം, അബ്രഹാത്തെ കൽദായരുടെ നാട്ടിൽ നിന്നായ ഊറിൽ നിന്ന് അവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കുന്നുണ്ട്. ഒരു കുടുംബമായി, ഒരു ജനതയായി, കൂട്ടായ്മയിൽ വളരാനുള്ള ക്ഷണം അബ്രഹാത്തിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 12:2 പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും,
നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നോക്കുക പ്രിയപ്പെട്ടവരെ, അബ്രഹാത്തെ വിളിച്ച് പ്രത്യേക വിളി നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഒരു കുടുംബമായിട്ട് അവനെ തിരഞ്ഞെടുക്കും, ഒരു ജനതയാക്കി ഒരു കൂട്ടായ്മയിൽ വളരുവാനുള്ള ക്ഷണം അവനിലൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടുകയല്ല, അവിടുന്ന് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കുകയാണ്. നമ്മള് പുറപ്പാട് പുസ്തകത്തില് 3-ാം അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ അത് കാണുന്നുണ്ട്. ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മോശെ അയക്കുന്നുണ്ട്. അപ്പോ ഇസ്രായേൽ മക്കളോട് നീ ചെന്ന് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. നോക്കുക, അവിടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ ആ തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീണ്ടും ലേവ്യരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. നോക്കുക, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് ഈ തിരുവചനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി കൂട്ടായ്മയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ദൈവവചന ഭാഗമാണ് സഭാപ്രസംഗൻ 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങള്. ഇത് സിസ്റ്ററോട് നമ്മൾ കേട്ടതാണ്. രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാനായിട്ട് കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരെന്നെ താങ്ങാൻ കഴിയും, ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. നമുക്കറിയാം, രണ്ടുപേർ എപ്പോഴും ഒരാളേക്കാൾ മെച്ചമാണ്, അല്ലെ? ഒരു ഭാര്യയും ഭർത്താവും ഒരുമിക്കുമ്പോഴാണ് കുടുംബത്തിന്റെ ആ ഒരു ഭദ്രതയും കുടുംബത്തിലെ കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്യാനൊക്കെ സാധിക്കുന്നത്, അല്ലെ? അവരിൽ ഒരുവൻ വീണാല്, ഭാര്യ വീണാല് ഭർത്താവിന് താങ്ങുവാനും ഭർത്താവ് വീണാൽ ഭാര്യയ്ക്ക് താങ്ങുവാനും ഒക്കെ സാധിക്കുന്നു. ഒറ്റക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിത പങ്കാളിയും 4 മക്കളും ഇപ്പോൾ വിദേശത്താണ്. ഞങ്ങള് ഇവിടെ അവർ പോയിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ ഞങ്ങളുടെ ആ കൂട്ടായ്മ, ഞങ്ങള് 5 മക്കളുണ്ട് എനിക്ക്, ഞങ്ങൾ 7 പേരടങ്ങുന്ന ആ ഒരു കൂട്ടായ്മ ഇത്ര സന്തോഷകരമായിരുന്നു എന്നറിയാം. ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലുള്ള കുടുംബ പ്രാർത്ഥന ഒരു വലിയൊരു ആഘോഷമായിരുന്നു. ഒരു കൂട്ടായ്മയിൽ ചെന്നപ്പോഴാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരെയും കുടുംബത്തിലെ ദിവ്യബലി അർപ്പണമാണെന്ന് ആ കൂട്ടായ്മയിലാണ് എനിക്ക് മനസ്സിലായത്. അന്നു മുതൽ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഒരു പുതിയ ഒരു തലത്തിലേക്ക് വളരുവാനായിട്ട് തുടങ്ങി. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ജപമാല ചൊല്ലി തീർത്തിരുന്ന ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂറിലേക്ക് നീങ്ങുന്ന തരത്തിലേക്ക് അത് വളരുവാനായിട്ട് സാധിച്ചു. ഞങ്ങള് ഒരു 10-40 മിനിറ്റോളം പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കും. തുടർന്ന് ഞങ്ങൾ ജപമാല അർപ്പിക്കും. ഒരു 10-50 വചനങ്ങൾ ഞങ്ങൾ പരസ്പരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രാർത്ഥനയെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം വായിക്കും. അങ്ങനെ ആ ഒരു വലിയൊരു കൂട്ടായ്മയുടെ അനുഭവത്തിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ വലിയൊരു പദ്ധതി പ്രകാരം എന്റെ ജീവിത പങ്കാളിയും 4 മക്കളും ഇപ്പോൾ വിദേശത്താണ്. 5-ാമത്തെ മകൻ ഈ ഓഗസ്റ്റില് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് എനിക്കും അങ്ങോട്ടേക്ക് ആകാനായിട്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾക്കത് ആ നഷ്ടപ്പെട്ട ആ ഒരു കൂട്ടായ്മ വീണ്ടും പുനരാരംഭിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു ആനന്ദമാണ്. അതാണ് ഇവിടെ പറയുന്നത്, 2 പേര് ഒറ്റക്കായിരിക്കുന്ന വീണാൽ താങ്ങാൻ ആരുമില്ല, അവന്റെ കാര്യം കഷ്ടമാണെന്ന് പറയുന്നത്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും, തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താനായി സാധിക്കും. ഇതൊരു കൂട്ടായ്മയുടെ ഒരു ശക്തിയെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. അവസാനം പറയുന്നുണ്ടല്ലോ, മുപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. നമുക്കറിയാം, ഒരു ചരടിന്റെ ഒരു ഇഴയാണെങ്കിൽ എളുപ്പം പൊട്ടിക്കാൻ സാധിക്കും. അത് 2 3 ഒക്കെ ആവുമ്പോഴത്തേക്കും അതിന് ഫലം കൂടും. ഈ കൂട്ടായ്മയുടെ ഒരു ഫലത്തെക്കുറിച്ച്, ഒരു ശക്തിയെക്കുറിച്ച് സഭാപ്രസംഗൻ നമ്മളോട് പറഞ്ഞു തരികയാണ്. നമുക്കറിയാം, പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയിൽ നിന്നാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നത്. അവിടുന്ന് തിരുക്കുടുംബ കൂട്ടായ്മയിലേക്ക് അവതരിക്കുകയാണ്. ആ തിരുക്കുടുംബ കൂട്ടായ്മയില് വിശുദ്ധ ഔസേപ്പിതാവിനോടും മാതാവിനോടൊപ്പം ഔസേപ്പിതാവിന്റെ ജോലിയിലൊക്കെ സഹായിച്ചുകൊണ്ട് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തില് ഈശോ വളരുകയാണ്. ആ വളർച്ചയിൽ നിന്നുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരെ
പരിശീലിപ്പിക്കുന്നത്, യേശുവിന്റെ ശിഷ്യന്മാരുമായിട്ടുള്ള കൂട്ടായ്മയിൽ വചനം പഠിപ്പിക്കുന്നു. അവിടെ നിന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലെ 3-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തന്നോട് കൂടെ ആയിരിക്കുവാൻ, പ്രസംഗിക്കാൻ അയക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിന് ഞാൻ 12 പേരെ നിയോഗിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടായ്മയിലാണ് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. അവിടുന്ന് വചനം കൊടുത്തുകൊണ്ട് ശിഷ്യരെ പരിശീലിപ്പിക്കുന്നത് കൂട്ടായ്മയിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത് നമ്മൾ കാണുന്നുണ്ട്. പെന്തക്കോസ്താ ദിനത്തില് മാതാവും ശിഷ്യരും ഒരുമയോടെ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തില് അവരുടെ മേൽ എഴുന്നള്ളി വന്നു എന്ന് നമ്മള് വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അന്നാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായത്. കൂട്ടായ്മയിലാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതലായിട്ട് പ്രകടമാകുന്നതെന്ന് നമ്മൾ കാണുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് പുതിയൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് പത്രോസ്ലീഹ അവിടെ കൂടിയിരുന്നവരെ സ്വാഗതം ചെയ്യാണ്. അവന്റെ വചനം ശ്രവിച്ചവര് സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000-ഓളം ആളുകള് അവരോട് ചേർന്നു എന്ന് അപ്പോസ്തല പ്രവർത്തനം 2:41 വായിക്കാം. അപ്പോ ഈ പരിശുദ്ധാത്മ നിറവിൽ നിന്നാണ് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, അന്നാണ് തിരുസഭ ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഈ തിരുസഭയാകുന്ന കൂട്ടായ്മ ജനിക്കുന്നത് ആ പെന്തക്കോസ്താ ദിനത്തിലാണെന്ന് നമുക്കറിയാം. ഇനി കൂട്ടായ്മയിലുള്ള വളർച്ച എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ദൈവരാജ്യത്തിലുള്ള വളർച്ചയാണ്. അപ്പോസ്തലന്മാർ 2:42 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. നോക്കുക പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഇത് ഇന്ന് നമ്മുടെ ദിവ്യബലിയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ ദിവ്യബലിയിൽ അപ്പോസ്തലന്മാരുടെ പ്രബോധനമുണ്ട്, കൂട്ടായ്മയുണ്ട്, അപ്പം മുറിക്കലുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഇതെല്ലാം ഇന്ന് സഭയിലൂടെ ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും അപ്പോസ്തലന്മാർ 2:44 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. ഇതാണ് കൂട്ടായ്മയുടെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. ഈ ഒരു തിരുവചനമാണ് പ്രിയപ്പെട്ടവരെ. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാകുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്യും. ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്കാണ് എന്നെയും നിങ്ങളെയും ക്രിസ്തു ക്ഷണിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ അനുഭവമാണ് ഞാനും നിങ്ങളും സ്വന്തമാക്കേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. വീണ്ടും അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തില് ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. നോക്കുക, അപ്പോസ്തലർ 2:46 പറഞ്ഞു: ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം, ആഴ്ചയിൽ ഒരിക്കലല്ല, അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്നു, ഭവനം തോറും അപ്പം മുറിക്കുന്നു, ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണം നൽകുന്നു. അവിടെ നോക്കുക പ്രിയപ്പെട്ട, ആരുടെയും നിർബന്ധത്താലല്ല അവർ വരുന്നത്. ഏക മനസ്സോടെ താല്പര്യപൂർവ്വം എല്ലാ ദിവസവും ആ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുന്ന ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം ദൈവരാജ്യത്തിന് അതെല്ലാം നമ്മൾ ആദ്യ സഭയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് ഒരു കൂട്ടായ്മയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മളത് നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടായ്മയിൽ ആകുമ്പോൾ അവരുടെ മനസ്സ് ഏകമാകുന്നു. ഏക മനസ്സോടു കൂടിയാണ് അവർ കൂട്ടായ്മയിലായിരിക്കുക. അവിടെ സ്നേഹം വളരുന്നു, അതുപോലെ ബന്ധങ്ങൾ വളരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഈ കൂട്ടായ്മയില്, നമ്മുടെ ഈ മിസ്യോ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഒത്തിരി നല്ല മനുഷ്യരായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു. അതിന് വളരെ എടുത്തു പറയേണ്ട വ്യക്തികളൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ സുപരിചിതയായ ആലിസുട്ടി ആന്റി. ഒത്തിരി ദൈവിക കൃപകളാൽ നിറഞ്ഞ ആ അമ്മയോടൊക്കെ ചേർന്നിരിക്കാനും അമ്മയോടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ സാധിച്ചത് ഈ ഒരു കൂട്ടായ്മ അനുഭവത്തിലാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. വീണ്ടും ഇവിടെ പങ്കുവെക്കലുകൾ വളരുന്നു. കൂട്ടായ്മയിലാണ് പ്രിയപ്പെട്ടവരെ പങ്കുവെക്കലുകൾ വളരുക. നമുക്ക് നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ അവരോടൊക്കെ കരുണ കാണിക്കാനും അവരോട് നമ്മൾക്കുള്ളതെല്ലാം പങ്കുവെക്കാനും ഒക്കെ ഒരു കൂട്ടായ്മ അനുഭവത്തില് സാധ്യമാവുന്നു. വീണ്ടും സമർപ്പണം ആഴപ്പെടുന്നു. ഞാൻ ഓർക്കുകയാണ്, ഇന്ന് മനോഹരമായിട്ട് ഈ ഒരു സെഷൻ ഇവിടെ കാണുമ്പോൾ
അല്ലെങ്കിൽ ഇതിന് കഴിഞ്ഞു പോയ സെഷനുകൾ, ഇനി വരാനിരിക്കുന്ന സെഷനുകൾ, ഇതിന്റെയൊക്കെ പിന്നില് ഒത്തിരി പേരുടെ ആത്മാർത്ഥമായ സമർപ്പണമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇത് ഒരു സുപ്രഭാതത്തില് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇതിന്റെ പിന്നില് ഒത്തിരി പേരുടെ കഠിനാധ്വാനമുണ്ട്. ആ സമർപ്പണമൊക്കെ വരുന്നത് ഒരു കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും പരസ്പരമുള്ള വളർച്ച നടക്കുന്നു. പരസ്പരം താങ്ങാനും പരസ്പരം ചേർത്ത് പിടിക്കാനും പരസ്പരം ക്ഷമിക്കാനും ഒക്കെ നടക്കുന്നതും അത് സാധ്യമാകുന്നതും ഒരു കൂട്ടായ്മ അനുഭവത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുത്തലുകൾ സാധ്യമാകുക. കൂട്ടായ്മകളിലാണ് പ്രിയപ്പെട്ടവരെ തിരുത്തലുകൾ സാധ്യമാകുക. നമുക്കൊരിക്കലും ഒരു തിരുത്തലുകൾ നൽകുന്ന ആരുമില്ല എങ്കിൽ നമുക്കൊരിക്കലും ആത്മീയത്തിൽ വളരുവാനായിട്ട് സാധിക്കുകയില്ല. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് തിരുത്തലുകൾ. നമ്മൾ പല കാര്യങ്ങളും ശരിയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും തെറ്റാവും. അതെല്ലാം ഒരു കൂട്ടായ്മ അനുഭവത്തില് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ തിരുത്തലുകളിലൂടെ നമുക്ക് അത് സാധ്യമാകുന്നു. അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ എളിമപ്പെടുവാനും ഒക്കെ നമുക്ക് അവസരമുണ്ടാകുന്നു. വീണ്ടും പ്രാർത്ഥനയിലും പഠനത്തിലും വളരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഓരോ സെഷനുകളും കടന്നു പോകുമ്പോഴും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോഴും ഒത്തിരി പ്രാർത്ഥിക്കാനും ഒത്തിരി അതിനുവേണ്ടി പഠനങ്ങളും ബൈബിൾ വായിക്കാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയിലും പഠനത്തിലും ഒക്കെ വളരാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ഒരു കൂട്ടായ്മ ജീവിതമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തു ശിഷ്യന്റെ ഒരു രൂപീകരണം ഒരു കൂട്ടായ്മയിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യസ് 4:32 പറയുക, ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ക്രിസ്തു നമുക്ക് കാണിച്ചത് മാതൃകയാണ് അല്ലെ. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് കൊരിന്തോസ്യർക്കെഴുതിയ ലേഖനത്തില്, സഹോദരരെ ആകയാൽ എന്തു വേണം, നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. അപ്പോൾ യഥാർത്ഥത്തില് ഒരു ക്രിസ്തു ശിഷ്യന്റെ രൂപീകരണം നടക്കുന്നത് ഒരു കൂട്ടായ്മയിലാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഇനി ആഴമായി ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് ഒരു കൂട്ടായ്മ നമ്മളെ സഹായിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ ആത്മീയ ജീവിതത്തില് ഏറ്റവും കാതലായ ഒന്നാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരു 99 കാലഘട്ടങ്ങളിൽ നവീകരണ അനുഭവത്തിൽ വന്ന വ്യക്തിയാണ്. ഞാൻ അങ്ങനെ എൻ്റെ നവീകരണ ജീവിതം പരിശോധിക്കുമ്പോൾ പലപ്പോഴും വീണും പൊങ്ങിയും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കുവാനായിട്ട് സാധിച്ചിരുന്നില്ല. പല കാര്യങ്ങളും ചെയ്യും എങ്കിലും അതിലൊന്നും നിലനിന്ന് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഞാനൊരു കൂട്ടായ്മയിൽ ചെന്നപ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതത്തിന് ഏറ്റവും അടിത്തറയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ കടന്നുപോയപ്പോൾ ആത്മീയ ജീവിതത്തില് പതിയെ പതിയെ വളരുവാനായിട്ട് സാധിച്ചു. തീർച്ചയായും എനിക്കും നിങ്ങളോടും പറയാനുള്ളത്, വ്യക്തിപരമായ പ്രാർത്ഥന ഏറ്റവും വലിയ ഒരു പ്രാധാന്യമുള്ള ഒന്നാണ് ആത്മജീവിതം. അപ്പൊ അങ്ങനെ ആഴമായ ഒരു ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നു. വീണ്ടും ദൈവവചന ധ്യാനം. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം നൽകുന്നുണ്ട് അല്ലെ. ബിരിയാണി ആയിട്ടും ചോറായിട്ടും മീൻകറി ആയിട്ടും പൊറോട്ടയായിട്ടും ഒക്കെ നമ്മൾ ധാരാളം ഭക്ഷണം കൊടുത്ത് നമ്മുടെ മസിലുകളൊക്കെ വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ടോ? നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ദൈവവചനം. ഈ ദൈവവചനം കൊടുത്ത് എല്ലാ ദിവസവും ദൈവവചനം 2-3 പ്ലേറ്റും ഒക്കെ നമ്മൾ കഴിച്ച് നമ്മുടെ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തണം. അപ്പോഴാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 പറയുന്നത്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ദൈവവചന ധ്യാനം സാധ്യമാകണം. ദൈവവചന ധ്യാനം എല്ലാ ദിവസവും നമുക്ക് സാധ്യമാകണം. അത് ഒരു കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ലഭിക്കുക. ഈ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുക. അത് നമ്മളെ ആഴമായ ഒരു ക്രിസ്തു അനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കുന്നു. ഈ ഔദാശിക ജീവിതത്തിൽ വളരുക. നമുക്കറിയാം, സഭയാവുന്ന കൂട്ടായ്മയിലാണ് അല്ലെ നമുക്ക് ഉദാശകൾ പരികർമ്മം ചെയ്ത് കിട്ടുക. ഞാൻ ഓർക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ, ഈശോയുടെക്ക് ശേഷം ഞാനും നിങ്ങളും ഒക്കെ ജനിക്കാൻ ഇടയായത് എത്രയോ മഹാഭാഗ്യമാണ്. നമുക്ക് ഈശോയെ അനുദിനം സ്വീകരിക്കാം. അവന്റെ ശരീരം നമുക്ക് എന്നും ഭക്ഷിക്കാനുള്ള വലിയൊരു കൃപ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്.
അനുദിനം ആ ഈശോയുടെ സ്നേഹം നമുക്ക് അനുഭവിച്ചുകൊണ്ട് ആ ഈശോയുടെ ശരീരം നമ്മുടെ ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് നമുക്ക് അവനോട് ലയിച്ചു ചേരുവാനായിട്ട് സാധിക്കും. എത്ര വലിയ മഹത്തായ ഒരു അനുഗ്രഹമാണ് ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. അതുപോലെ കൂടെയുള്ള വിശുദ്ധ കുംഭസാരം സ്വീകരിക്കുന്നതിലൂടെ ഈശോയോട് നമ്മൾ ഒത്തിച്ചേരുന്ന അനുഭവത്തിലേക്ക് വളരാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെ കൗദാശിക ജീവിതം നമുക്ക് സഭയാവുന്ന കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നു. ഇനി വേദനിക്കുന്നവരോട് ചേർന്ന് നിൽക്കുക. ഒത്തിരി സഹോദരങ്ങള് നമ്മുടെ ചുറ്റും വേദനിക്കുന്നുണ്ട് അല്ലെ? നമുക്ക് അവരോടൊക്കെ ചേർന്ന് നിൽക്കാനൊക്കെ സാധിക്കുന്നത് ഒരു കൂട്ടായ്മ അനുഭവത്തിലാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന കൂട്ടായ്മയില് എനിക്ക് ദൈവകൃപയാൽ കുറച്ചു നാൾ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അത് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുള്ള ഒരു വാർഡുണ്ട്. അത് രോഗികൾ റോഡുകളിൽ കിടക്കുന്ന ആരും ഇല്ലാത്ത പൊട്ടിയൊലിച്ച മുറിവുകളൊക്കെ ആയിട്ടുള്ള രോഗികളെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു പ്രത്യേക വാർഡുണ്ട്. അത് പോലീസുകാർ കൊണ്ടുവന്ന് അവിടെ ആക്കും. അവര് നോക്കാനായിട്ട് ആരുമില്ല. അപ്പൊ അവരെ ശുശ്രൂഷിക്കുന്ന ഒരു ജോലിയാണ് ഈ ബ്രദേഴ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന കൂട്ടായ്മ ചെയ്തുകൊണ്ടിരുന്നത്. ആ കൂട്ടായ്മയില് ഞാനും പോകുമായിരുന്നു. ഒത്തിരി പേരെ കുളിപ്പിക്കാനും ഒത്തിരി പേരുടെ മുടികൾ വെട്ടിക്കൊടുക്കാനും നഖങ്ങൾ വൃത്തിയാക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ എനിക്കും അവസരം തമ്പുരാൻ നൽകിയിട്ടുണ്ട്. എത്ര സന്തോഷകരമാണെന്നറിയോ ആ വേദനിക്കുന്നവരോടൊന്ന് ചേർന്ന് നിൽക്കാനായിട്ട്. അവരുടെ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി ക്രിസ്തുവിന്റെ മുഖത്തുള്ള പുഞ്ചിരിയായിട്ട് നമുക്ക് തോന്നും. ഒത്തിരി സന്തോഷം നൽകുന്ന അനുഭവങ്ങളായിരുന്നു അതൊക്കെ. പ്രിയപ്പെട്ടവരെ, ദശാംശം പങ്കുവെക്കുക. ഇത് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഞാൻ വളരെ ചുരുക്കി പറയാം. ഈ ദശാംശം പങ്കുവെക്കുക എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യമേറിയ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് ഞാൻ പറയും. നമുക്ക് ദശാംശം പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളതിന്റെ ഒരു ഓഹരി എന്ന് പഴയ നിയമകാലങ്ങളിൽ പറയുന്നുണ്ട്. 10%, അതാണ് ദശാംശം എന്ന് പറയുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോ പറയുന്നുണ്ടല്ലേ, ഈശോയുടെ അടുത്തേക്ക് ഒരു ധനവാൻ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, നല്ലവനായ ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഈശോ അവനോട് പറയുന്നത് എന്താണ്? നീ കൽപ്പനകൾ പാലിക്കുക, വിചാരം ചെയ്യരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക, കൊല്ലരുത്, മോഷ്ടിക്കരുത് എന്നൊക്കെ പറയാം. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ അവൻ സ്വയം ന്യായീകരിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്, ഗുരു, ഞാൻ ഇതെല്ലാം ചെറുപ്പത്തിലേ ഞാൻ പാലിക്കുന്നുണ്ട്. ഈശോ അവനെ കുറ്റപ്പെടുത്തിയില്ല. ഈശോ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് അവനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, മകനെ, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക. ഇന്ന് നമ്മളോട് എല്ലാവരോടും പറയുന്നത്, ഈ നമ്മുടെ മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മുടെ ഉള്ളതിൽ നിന്ന് ഉദാരമായി കൊടുക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ ഒന്നായി ഇന്ന് ദശാംശം വെക്കുക എന്നുള്ളത് മാറിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് പലർക്കും അതറിയില്ല. അറിയാത്തത് കൊണ്ടാണോ, അറിഞ്ഞിട്ട് അറിയാത്തതുപോലെ നടക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല. ഒത്തിരി പേര്, ഞങ്ങളുടെ ഇടവയിൽ തന്നെ എനിക്കറിയാം, ഒത്തിരി പേര് ഇങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ചെന്ന് പറയുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ അതിനോട് മുഖം തിരിക്കുന്ന ഒത്തിരി പേരെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും. ഇത്രയേറെ ഉറപ്പ് നൽകുന്ന ഒരു വലിയൊരു തിരുവചനം സുഭാഷിതങ്ങളിൽ പറയുകയാണ്, ദരിദ്രനോട് ദയ കാണിക്കുക. ഇനി സഭ നമ്മളോട് പറയുന്നുണ്ട്, രണ്ടാം വത്തിക്കാൻ കൗൺസില് ചർച്ച് ഇൻ ദ മോഡേൺ വേൾഡ്, സഭ ആധുനിക യുഗത്തില് എന്നതിന്റെ 27ാമത്തെ പാരയിൽ പറയാണ്, ഓരോരുത്തരും അയൽക്കാരനെ ഒരാളെ പോലും ഒഴിവാക്കാതെ വേറൊരു ഞാനായി പരിഗണിക്കണം. ഓരോരുത്തരും അയൽക്കാരനെ ഒരാളെ പോലും ഒഴിവാക്കാതെ വേറൊരു ഞാനായി പരിഗണിക്കണം. തീർന്നില്ല, അവന്റെ ജീവിതം സംബന്ധിച്ചും അത് മാന്യമായി നയിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ സംബന്ധിച്ചും പ്രധാനമായും ശ്രദ്ധ ചെലുത്തണം. എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ് ദരിദ്രരോട് ദയ കാണിക്കുക എന്നുള്ളത്. അത് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ ചെയ്യുക എന്നുള്ളത്. ഈശോ ഈ ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്ന സമയങ്ങളിലെല്ലാം അന്ന് വൈകുന്നേരങ്ങളില് ദരിദ്രരോട്, അന്ന് അവര് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സംഭാവനകളെല്ലാം ദരിദ്രർക്ക് വീതിച്ചു കൊടുത്തിരുന്നതായിട്ട് മരിയ വാൾത്തോർത്തയുടെ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഈശോയ്ക്ക് ശേഷം അപ്പോസ്തലന്മാര് അത് തുടർന്നുകൊണ്ടിരുന്നു. നമ്മൾ അപ്പോസ്തലന്മാർ പ്രവർത്തനം 6-ാം അധ്യായത്തിന്റെ നമ്മൾ വായിക്കുന്നത്, പ്രതിദിനമുള്ള സഹായ വിതരണം അവർക്ക് അപ്പോസ്തലന്മാർക്ക് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടായപ്പോൾ അവർ സഭയിലേക്ക് 7 ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്.
അപ്പോ ഇത് ദൈനംദിന ജീവിതത്തില് നമ്മൾ വേദനിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും സഹായം ആവശ്യമുള്ളവരെ ചേർത്ത് നിർത്താനും എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ആത്മീയ ശിക്ഷണത്തിൽ വളരുവാനായിട്ട് പരിശ്രമിക്കുക. ആത്മീയ ശിക്ഷണത്തിൽ വളരാനായിട്ട് ഒരു കൂട്ടായ്മ നമ്മളെ സഹായിക്കും. പലപ്പോഴും ഈ മിസിയോ കുടുംബത്തില് ആത്മീയ ശിക്ഷണം എനിക്ക് വളരെയധികം കിട്ടിയിട്ടുണ്ട്. അലിസാന്റിയോടൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് ആന്റിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആത്മീയ ശിക്ഷണം കിട്ടുന്നതും എല്ലാം ഒരു കൂട്ടായ്മ അനുഭവത്തിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 1 യോഹന്നാൻ 1:3 പറയാണ്, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങളുമായി നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങൾ ഇത് പ്രഘോഷിക്കുന്നത്. നോക്കുക, അപ്പോ അപ്പോസ്തലന്മാർ ഈശോയോടൊപ്പം കൂടെ നടന്നപ്പോൾ അവര് കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങളെ അറിയിക്കുന്നു. അത് എന്തിനു വേണ്ടിയാ? ഞങ്ങളുമായി നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. ഞങ്ങളുടെ കൂട്ടായ്മയുടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാണ്. അപ്പോ ഈ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക്, ഈ ഒരു ദൈവിക ബന്ധത്തിൽ ആഴപ്പെടാനായിട്ട്, കൂട്ടായ്മ വളരുവാനായിട്ട് ഈ അപ്പോസ്തലന്മാർ തങ്ങളുടെ അനുഭവം നമ്മളോട് പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്ക് നമുക്കൊരിക്കലും വളരാനായിട്ട് സാധിക്കുകയില്ല. ഒരുമയിലെ വളരാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ശരീരം പലവിധ അവയവങ്ങൾ കൂടി ചേർന്നാൽ നമുക്കറിയാം എന്നത് പറഞ്ഞതുപോലെ ആ ഒരുമിച്ചാണ് ഇതെല്ലാം വളരുന്നത്. അതുപോലെ നമുക്കും ഒരുമയിലെ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നോവോ മിലിയനോ എന്ന് പറയുന്ന തന്റെ അപ്പോസ്തലിക ആഹ്വാനത്തില് കൂട്ടായ്മയുടെ ആത്മീയതയെക്കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാല്, സഹോദരീ സഹോദരന്മാർ തമ്മിൽ പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ടും പരസ്പരം ഭാരം വഹിച്ചുകൊണ്ടും മുന്നേറുക എന്നാണ് അർത്ഥമാക്കുന്നത്. പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകുക, ഇതൊരു നല്ലൊരു വാക്കാണ് അല്ലെ? പരസ്പരം ഹൃദയത്തിൽ ഇടം നൽകിക്കൊണ്ട്, അതുപോലെ പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് മുന്നേറുക. വീണ്ടും പറയാണ്, നമ്മിൽ വസിക്കുന്ന ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ധ്യാനവും ത്രിത്വത്തിന്റെ പ്രകാശം മറ്റുള്ളവരുടെ മുഖത്ത് ദർശിക്കാനുള്ള ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നു. എത്ര സുന്ദരമായ വാക്കുകളാണ് അല്ലെ? ഇതാണ് ഒരു കൂട്ടായ്മയുടെ ആത്മീയത എന്ന് പറയുന്നത്. നമ്മൾ ത്രിത്വത്തിന്റെ നമ്മുടെ ഉള്ളിലുള്ള ത്രിത്വത്തെക്കുറിച്ചുള്ള ഹൃദയത്തിന്റെ ഒരു ധ്യാനവും, അതുപോലെ അപരന്റെ മുഖത്ത് ആ ത്രിത്വത്തിന്റെ പ്രകാശം കാണുവാനുള്ള ഒരു ഉൾക്കാഴ്ചയും അതിൽ അടങ്ങിയിരിക്കുന്നുവെന്ന്. അങ്ങനെയാ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞു വെക്കുന്നു, ഇടവക അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിലെ അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാകുവാൻ പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ദാഹിക്കുന്നവർ തങ്ങളെ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യ സങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹമാണ് ഇടവക. തന്റെ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പോസ്തലിക ആഹ്വാനത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്. ഇത്ര സുന്ദരമായ വാക്കുകളാണല്ലേ? ഇടവക എന്ന് പറയുന്നത് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അംഗങ്ങളെ സുവിശേഷവൽക്കരണ കർത്താക്കളാക്കുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദഹിക്കുന്നവർ തങ്ങൾ യാത്രാമധ്യേ പാനം ചെയ്യുന്നതിനായി അണയുന്ന പുണ്യ സങ്കേതവും നിരന്തരമായ പ്രേക്ഷിത പ്രവർത്തന കേന്ദ്രവുമായ സമൂഹങ്ങളുടെ സമൂഹം. അതാണ് ഇടവക കൂട്ടായ്മ എന്ന് പറയുന്നത്. ഇത്ര സുന്ദരമായിട്ടാണ് മാർപ്പാപ്പ തന്നെയാണ് പറയുന്നത്, സഹോദരരെ, ശ്രദ്ധയിലി തൂത്തി സകലരും സഹോദരർ, ഈ ഭൂമി പൊതുഭവനം. നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും, നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ഈ ഭൂമി നമ്മുടെ പൊതുഭവനമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൂട്ടായ്മയുടെ ആഴവും നന്മയും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ കൂട്ടായ്മയായ ദൈവം നമ്മെ ഒരിടയനും ഒരു തൊഴുത്തുമാകുന്ന കൂട്ടായ്മ അനുഭവത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നിരന്തരം നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ ത്രിത്വൈക കൂട്ടായ്മയാകുന്ന ആ കൂട്ടായ്മയുടെ അനുഭവം, ഈ കൂട്ടായ്മ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവം വയ്ക്കാനായിട്ട് ഓരോ ദിവസവും നമ്മളെ അതിനകത്തേക്ക് ദൈവം ക്ഷണിക്കുകയാണ്. ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അതിനുവേണ്ടി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു തോമസ് ചേട്ടാ. ഒരുപാട് നല്ല സ്ലൈഡുകളിലൂടെ കൂട്ടായ്മയുടെ ആഴവും അതിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രസന്റ് ചെയ്ത തോമസ് ചേട്ടന് നമ്മൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഒരു കൂട്ടായ്മ വളരുന്നത്? കുടുംബം തൊട്ട് സഭയാകുന്ന കൂട്ടായ്മ, അങ്ങനെ ലോകം മുഴുവൻ ഒരു കൂട്ടായ്മയാകുന്ന
മാർപ്പാപ്പയുടെ വാക്കുകളെല്ലാം നമുക്ക് പറഞ്ഞു തന്ന തോമസ് ചേട്ടനെ നമുക്ക് ഓർക്കാം. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം ആലിസൂട്ടി ചേച്ചിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു തോമസ് കുട്ടി. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. എല്ലാം മനോഹരമായിട്ട് നമുക്കറിയാം. നമ്മള് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നതാണ് നമ്മുടെ പ്രത്യുത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. പിന്നെ ഈ ഒരു പ്രിലിമിനറി കോഴ്സ് തന്നെ ശരിക്കും ആ ഒരു വിശ്വാസ പ്രത്യുത്തരത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരത്തോടെ ഈ ഒരു അനുഭവം നമ്മുടേതാക്കാൻ സഹായിക്കാനുള്ളതാണ്. ഇതെല്ലാം ഈശോ പറഞ്ഞത് ഞാൻ ജീവൻ നൽകാൻ സമൃദ്ധമായി നൽകാൻ വന്നതാണ്. യോഹന്നാൻശ്രീയുടെ കാര്യമൊക്കെ ഇവരൊക്കെ പറഞ്ഞു ദീപ്തിയുടെ പ്രഘോഷണത്തിലും എൽസിയുടെ ടെസ്റ്റ് മണിയിലും തോമസിന്റെ സ്ലൈഡ് പ്രസന്റേഷനിലും എല്ലാത്തിലൂടെയും കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ കയ്യിലാ. ഇനി യോഹന്നാൻശ്രീ പറഞ്ഞില്ലേ, അതായത് ഞങ്ങളിതൊക്കെ പറയുന്നത് ഞങ്ങൾക്കുള്ള ഈ കൂട്ടായ്മയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണല്ലോ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാള് കഴിഞ്ഞ ഞായറാഴ്ച ആഘോഷിച്ചു. ആ ഒരു ത്രിത്വമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ പങ്കുകാരാകുമ്പോഴാണ് ശരിക്ക് തമ്പുരാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കൂട്ടായ്മയോട് വരുന്നത്. യോഹന്നാൻശ്രീ പറഞ്ഞത് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, ഈ കൂട്ടായ്മ പരിശുദ്ധ ത്രിത്വത്തിലാണ്. ആ കൂട്ടായ്മയിൽ നിങ്ങൾക്കും പങ്കുണ്ടായി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് ഞങ്ങൾ, എന്നിട്ട് അത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നതെന്ന്. ശരിക്കും ആ തരത്തില് നമ്മള് കൂട്ടായ്മയിൽ വളർന്ന് ആ കൂട്ടായ്മയിലേക്ക് അനേകരെ ഇങ്ങനെ കൊണ്ടുവന്ന് എന്നിട്ട് ഇവാഞ്ചലൈസേഷൻ നടന്നോളും. അപ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. ഈശോ പറഞ്ഞില്ലേ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാ ഞാൻ വന്നതും ഇതൊക്കെ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. തോമസ് സ്ലൈഡിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, അതായത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴമാണ് പരസ്പരമുള്ള ബന്ധത്തിന്റെ അളവുപോലെ. അപ്പൊ നമ്മള് കൂട്ടായ്മ ആദ്യമേ ദൈവത്തോടുള്ള കൂട്ടായ്മ, അവിടെയാണല്ലോ നമുക്ക് പാളിച്ച പറ്റിയത്, വിട്ടുപോയത്. ആദിമാതാപിതാക്കന്മാര് ദൈവമായിട്ടുള്ള ബന്ധം പോയപ്പോഴെല്ലാം തരികടമണിയായത് അല്ലേ, തകർന്നു പോയത്. അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും തിരിച്ച് ആ ഒരു ബന്ധത്തിലേക്ക്, അതിനെ വ്യക്തിപരമായ പ്രാർത്ഥന, ദൈവവചനം, ഉദാശകള്, അതൊക്കെ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ ആഴപ്പെടുത്തും. അത് ആഴപ്പെടുമ്പോൾ സഹോദരമായിട്ടുള്ളവരുമായിട്ടുള്ള ആഴപ്പെടല്. പിന്നെ പറഞ്ഞു പാവങ്ങളുടെ കാര്യത്തിൽ കരുതൽ വേണം. പാവങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ചുറ്റും ദൈവരാജ്യം ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ആദിമസഭയിൽ പറഞ്ഞതുപോലെ അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പതുക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് പണ്ട് പറഞ്ഞു കേട്ടില്ലേ, തന്നത് തിന്ന് വരുമ്പോ പിന്നെ ദൈവം തന്നിടുമെന്ന്. അതായത് നമ്മള് കുറേശ്ശെ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കഴിവ് കൂടും. അങ്ങനെ നമ്മുടെ ചുറ്റുപാടും ഉള്ള മനുഷ്യരുടെ വേദനകളും വിഷമങ്ങളും ആവശ്യങ്ങളും നമുക്ക് മനസ്സിലാകും. വത്തിക്കാൻ കൗൺസിലിൽ നിന്നൊക്കെ തോമസ് കോട്ട് ചെയ്തുകൊണ്ടൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, ഈ ഇത് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെല്ലാം, ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം കേൾക്കണം കേട്ടോ. എന്നിട്ട് അങ്ങനെ കേട്ട് അതിനകത്തൂടെ എന്നോട് എന്താ പറയുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഇതിനോട് എങ്ങനെയാ പ്രത്യുത്തരിക്കേണ്ടത് എന്നെല്ലാം അന്വേഷിച്ചുകൊണ്ട് ഇത് ഓരോന്നും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നത് അങ്ങനെയാണല്ലോ. വിശ്വസിച്ചവരെല്ലാം ഒരു സമൂഹമായി, കൂട്ടായ്മയായി, കൂട്ടായ്മയായി അവർ എന്നിട്ട് കമ്മിറ്റ്മെന്റോടുകൂടി അല്ലേ, അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് അവരുടെ ഇടയിൽ വലിയ സന്തോഷം പങ്കുവെക്കൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടപ്പോഴേക്ക് രക്ഷ പ്രാപിക്കുന്നവർ അനുദിനം അവരുടെ ഗണത്തിൽ ചേർന്നുകൊണ്ടിരുന്നെന്ന്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യത്തിൽ സംഭവിക്കണം. നമ്മളിങ്ങനെ എൽസി പറഞ്ഞു കേട്ടില്ലേ, അനുഭവത്തിൽ കൂടെ പറഞ്ഞില്ലേ, ഞാൻ ഓർത്തിരുന്നല്ല പെണ്ണുകതിയാന്നാ ഓർത്തിരുന്നത്. പക്ഷെ പതുക്കെ സാഹചര്യം വന്നപ്പോഴല്ലേ അതിന്റെ പെയിൻ മനസ്സിലായത്. ശരിക്കും ഇതുപോലെ നമ്മുടെ കുടുംബത്തുള്ളവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും എന്ത് മനോഹരമായിട്ടൊരു കൂട്ടായ്മയായിട്ട് അവര് ആ 10 കുഞ്ഞുമക്കളെയും എല്ലാം ചേർന്ന് ജീവിക്കുന്നത്. ഇത് കുടുംബത്തിൽ മാത്രമല്ല ചുറ്റുപാടിലും അങ്ങനെ സഭ മുഴുവനും ഇതുപോലൊരു കൂട്ടായ്മയായിട്ട് അങ്ങോട്ട് വളരുമ്പോഴാ ശരിക്കും ദൈവരാജ്യം ഇവിടെ വരുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാ. 2000 കൊല്ലം മുമ്പ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. പക്ഷെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതൊക്കെ ടോമിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ദൈവത്തിന്റെ ഇന്ന് നിങ്ങളാണെന്ന്.
ദൈവത്തിന്റെ സാന്നിധ്യം ഭൂലോകത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകേണ്ടത് ഇന്ന് നിങ്ങളിലൂടെയാ, നമ്മളിലൂടെയാ. നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഇത് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. പണ്ട് നമ്മളെ ചോദിച്ചില്ലേ, ആരെനിക്കായി പോകും, ആര് എന്റെ ഇഷ്ടം, എന്റെ ദൗത്യം നിറവേറ്റും, ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ധനികനായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, ഈ പിടിച്ചു വെച്ചിരിക്കുന്നതൊന്ന് വിട്ട് നിന്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞത് ഒത്തിരി പ്രധാനപ്പെട്ടതാണ്. നമ്മളിങ്ങനെ ഓരോന്ന് പതുക്കെ പതുക്കെ ചെയ്തു തുടങ്ങുമ്പോഴാ ശരിക്കും കൂടുതൽ കൂടുതൽ ചെയ്യാനുള്ള കഴിവും, പിന്നെ നമുക്കുള്ളത് കൊടുക്കാൻ മാത്രമല്ല, ശരിക്കും കൂട്ടായ്മ വളരണമെങ്കിൽ നമ്മുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാരും ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ ഉള്ളവരെ കൊണ്ട് നിർബന്ധിച്ച് കൊടുപ്പിക്കാനും കൂടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഓർത്തോണം കേട്ടോ. അല്ലെ ഞാൻ എൻ്റെ ഒന്നും ഇല്ലല്ലോ, അല്ലെ ഞാൻ എനിക്കുള്ളതുകൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനത്തിരിക്കാനുള്ളവരല്ല നമ്മള്. അതുപോലെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ഇന്ന് ലോകം മുഴുവൻ സമഗ്ര വികസനം വരുന്നത്. എല്ലാവർക്കും വ്യക്തികളുടെ സ്വാതന്ത്ര്യവും മനുഷ്യ സമൂഹത്തിന്റെ മുഴുവന്റെയും ആ ഒരു കൂട്ടായ്മ, ഐക്യം, എല്ലാരും തമ്മിലുള്ള സ്നേഹം, ആകപ്പാടെ സന്തോഷം. അപ്പം ഇതൊക്കെ വരണമെങ്കിൽ എൻ്റെ കയ്യിലായിരിക്കുന്നത് ഞാൻ തുടങ്ങണം. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങള്, അറിവുകള്, ഇതൊക്കെ വലിയ അവസരങ്ങളാ. ഇതുപോലൊക്കെ ഇനിയിപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് മറ്റനേകരെ ഈ ഒരു കൂട്ടായ്മയിലേക്ക്, നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരുടെയും കയ്യിലാ. ഇത് നമ്മള് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുണ്ട്. പൈസ ദശാംശം കൊടുക്കുന്നത് മാത്രമൊന്നും അല്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അതാണോ എന്ന് ഓർക്കും. അല്ല, എല്ലാം. അതായത് ഈ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ധാരാളം പേരെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന കാര്യം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അടുത്ത ബാച്ചിലേക്കൊക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ള ആൾക്കാരുടെ ഇപ്പോഴേ നോക്കി പേര് എഴുതി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് സ്നേഹിച്ച് ഇതിലേക്ക് കൊണ്ടുവരിക, പ്രാർത്ഥന പ്രോത്സാഹനത്തിലൂടെ അവരെ ഇതിലേക്കൊക്കെ കൊണ്ടുവരിക. പിന്നെ നമുക്ക് ആകുന്ന വിധത്തിൽ പങ്കുവെച്ച് സമ്പത്തും കഴിവുകളും അറിവും എല്ലാം. ദശാംശം എന്ന് പറയുമ്പോൾ ആകെപ്പാടെ പണം മാത്രമൊന്നും അല്ല കേട്ടോ, എല്ലാ സമ്പത്തും. പിന്നെ ഗലേഷ്യൻസ് 6:6 പറയുന്നത് എന്നറിയാവോ? വചനം കേൾക്കുന്നവർ തങ്ങളെ കേൾപ്പിക്കുന്നവരെ തങ്ങൾക്കുള്ള എല്ലാ സമ്പന്നതകളും പങ്കാരാക്കണമെന്ന്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും നമ്മുടെ വളർച്ചയ്ക്ക് നമ്മളെ സഹായിക്കുന്ന എല്ലാവരുമായിട്ട് ആ രീതിയിലുള്ള ഒരു ബന്ധം നമുക്ക് വളർത്തിക്കൊണ്ട് നമ്മൾ ഒരു കുടുംബമാണെന്നുള്ള ആ ഒരു അനുഭവം, അതും പ്രത്യേകിച്ചും ഇതുപോലെ ആവശ്യത്തിലിരിക്കുമ്പോഴാണ്, രോഗം വരുമ്പോഴേ, വിഷമങ്ങൾ വരുമ്പോഴേ, കഷ്ടപ്പാടുകൾ വരുമ്പോഴേ, ദുരന്തങ്ങൾ വരുമ്പോഴേ, അവിടെയൊക്കെ ആരും അനാഥരല്ലെന്നും ഒറ്റപ്പെട്ടവരല്ലെന്നും അവർക്കൊക്കെ തോന്നണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് കേട്ടിട്ടില്ലേ? നമ്മളെ കുടുംബത്തെ നമ്മളുമായി ബന്ധപ്പെട്ടെടുത്ത് തുടങ്ങുക, എന്നിട്ട് അത് ഇങ്ങനെ വികസിച്ച് ഭൂലോകം മുഴുവൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും, നമ്മുടെയൊക്കെ എന്തൊരു അനുഗ്രഹമല്ലേ. തോമസ് പറഞ്ഞില്ലേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ജനിക്കാനും വളരാനും പറ്റിയത് എന്തോ ഒരു അനുഗ്രഹമെന്ന്. ഇതുപോലൊക്കെയുള്ള ബന്ധങ്ങൾ ഇതിനു മുമ്പുള്ളവർക്കുണ്ടോ? ഇത് ഭൂലോകം മുഴുവനിൽ നിന്നുള്ള മനുഷ്യരാണ് നമ്മുടെ കുടുംബം. ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ എവിടുന്നെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരുണ്ട്, എല്ലാ തരത്തിലുള്ള ബിഷപ്പുണ്ട്, അച്ഛന്മാരുണ്ട്, ബിഷപ്പുമാര്, അച്ഛന്മാര്, സിസ്റ്റേഴ്സ്. ദീപ്തിയൊക്കെ എന്നാ ജില്ലെന്നായിരിക്കുന്നത് കാണുമ്പോൾ ഓരോ പ്രാവശ്യവും ഗ്രൂപ്പുകളൊക്കെ കാണുമ്പോൾ തന്നെ തോന്നും. അതുപോലെ ധാരാളം പേര്, അതുപോലെ എല്ലാ തരത്തിലുമുള്ളവര്. ഇങ്ങനെ ഒരു കുടുംബത്തിന്റെ ഭാഗമാകാൻ നമുക്ക് അനുഗ്രഹം കിട്ടിയത് അതെന്തിനു വേണ്ടിയാ? ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത് അത് ശരിക്കും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാനാ. നമുക്ക് എല്ലാ രീതിയിലും ഏത് രീതിയില് ഇതൊക്കെ ഫലപ്രദമാക്കാവുന്ന അന്വേഷിക്കാം. പില്ലേഴ്സ് എന്ന് ജീസസ് യൂത്ത് ഒക്കെ ആണെങ്കിൽ പറയും, പില്ലേഴ്സ് എന്ന് പറയും. കരിസ്മാറ്റിക് നവീകരണത്തിൽ പൊതുവെ പറയുന്നത് സ്ഥായി ഘടകങ്ങള്, കോൺസ്റ്റൻസ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ കൂട്ടായ്മയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം കമ്മിറ്റഡ് ആകണം. അതാ താമസ സ്ലൈഡിലൊക്കെ കാണിച്ചത്. വ്യക്തിപരമായ പ്രാർത്ഥന, ബൈബിൾ വായന, കൂതാശകള്, ദശാംശ പങ്കുവെക്കല്, പാവങ്ങളോടുള്ള കരുതൽ, ഒത്തിരി കാര്യം പറഞ്ഞല്ലോ. ഇതെല്ലാം പടിപടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളർന്ന് നമ്മള് ഒരു ശരിക്കും ഒരു ഇന്റഗ്രൽ കമ്മ്യൂണിറ്റിയുടെ നമ്മൾ ആരും ഒറ്റപ്പെട്ടവരല്ലെന്നും ഇത് ഐ ബിലോങ്
ടു ദ ഫാമിലി ഓഫ് ഗോഡ്, അല്ലെ, ദൈവരാജ്യം എന്ന് നമുക്ക് അനുഭവപ്പെടത്തക്ക രീതിയിൽ, നമ്മളുമായി ബന്ധപ്പെടുന്നവർക്കും അനുഭവപ്പെടത്തക്ക രീതിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുള്ള സ്റ്റെപ്പ് എടുക്കാൻ നമുക്ക് തീരുമാനം എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ആമേൻ. താങ്ക് യു ആലിസുട്ടി ആന്റി. ആലിസുട്ടി ആന്റിയുടെ ഒരുപാട് നിർദ്ദേശങ്ങൾക്ക് ആന്റി പറയുമായിരുന്നു, നമ്മളെല്ലാം ഒരു കുടുംബമാണെന്നും ആ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ആയിരിക്കാൻ വേണ്ടി നമ്മൾ അനുദിനം പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് നമ്മൾ കേട്ടു. എല്ലാം നമ്മൾ കേട്ടു, നമുക്കെല്ലാം ഇപ്പം അറിവുള്ളതാണ്. നമ്മൾ ഈ സെഷനിലൂടെയും PPT-യിലൂടെ ഒക്കെ നമ്മൾ അറിഞ്ഞു. നമ്മൾ അതിനായിട്ട് ഇനി അനുദിനം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന്. അടുത്തതായിട്ട് കുറച്ച് അറിയിപ്പുകൾ തരാനായിട്ട് ടോംസൺ ചേട്ടനെ ഞാൻ ക്ഷണിക്കുന്നു. സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മള് ജൂൺ 7 മുതൽ 12 വരെ നമ്മള് മിസിയോ ഭവനിൽ വെച്ച് ഒരു ഇംഗ്ലീഷ് കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ കാലാവസ്ഥയുടെ കലുഷിതാവസ്ഥയും അതുപോലെ തന്നെ ഈ ഒരു അൺസർട്ടനിറ്റി മൂലം നമ്മളത് ക്യാൻസൽ ചെയ്യുകയാണ്. ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ആളുകൾ വരാനായിട്ടിരുന്നത്. അവർക്കൊക്കെ ഒരു കൺസേൺ ഉണ്ട്, വന്നു കഴിഞ്ഞാൽ വല്ല വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോകുക എന്നുള്ളൊരു വിഷമം ഉണ്ടായതുകൊണ്ട് അവര് ബാംഗ്ലൂരിൽ വെച്ച് തന്നെ ഓഗസ്റ്റ് മാസത്തിൽ കോഴ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ കോഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുപോലെ ജൂലൈ 12 മുതൽ 17 വരെ നമ്മുടെ അടുത്ത റെസിഡൻഷ്യൽ കോഴ്സ് മലയാളത്തിലാണ്, മിസിയോ ഭവനിൽ വെച്ചുണ്ട്. അതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നവര് എത്രയും വേഗം അറിയിക്കുക. അതുപോലെ തന്നെ 14ാമത്തെ ബാച്ച്, നമ്മുടെ ഈ മിസിയോ പ്രിലിമിനറിയുടെ 14ാമത്തെ ബാച്ച് ജൂലൈ മാസം പകുതിയോടുകൂടി ആരംഭിക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ ലിങ്ക് ഒന്നും റെഡിയാക്കിയിട്ടില്ല. അത് ഈ ആഴ്ചയിൽ നമ്മൾ ആ ലിങ്ക് ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിലേക്ക് ആളുകളെ മൊബിലൈസ് ചെയ്യാനുള്ള ചേച്ചി മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ ആരെയൊക്കെ ചേർക്കണം എന്ന് പ്രാർത്ഥനയോടുകൂടി ആലോചിക്കുകയും അവർക്കത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഇതാണ് 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട് പറയാൻ. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ മിസിയോ കുടുംബത്തിൽ നിന്ന് നമ്മൾ വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏകദേശം, ഞാൻ കഴിഞ്ഞ ദിവസം കണക്ക് നോക്കിയപ്പം ഏകദേശം 39 ലക്ഷം, 40 ലക്ഷത്തിനടുത്ത് രൂപയോളം നമ്മൾ ഇപ്പോൾ സഹായമായിട്ട് നൽകി കഴിഞ്ഞു. പാലക്കാട്, അതുപോലെ കറുകുറ്റി, കൊച്ചി 3 വീടുകൾ നമ്മുടെ സഹായത്തോടു കൂടി പണിയപ്പെട്ടു. അവിടെ എല്ലാം കയറി താമസമൊക്കെ കഴിഞ്ഞതാണ്. അവർക്ക് സന്തോഷമായിട്ട് കഴിയുന്നു. തൃശ്ശൂര് ഒരു ഭവനത്തിലെ നമ്മൾ ഏകദേശം 5 ലക്ഷം രൂപയോളം കൊടുത്ത് ഒരു ജപ്തി ഭീഷണിയിൽ ഉണ്ടായിരുന്ന ഒരു ഭവനം നമ്മൾ രക്ഷപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ ഞാൻ അതിന്റെ മുഴുവനായിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഏകദേശം നമ്മളൊരു 40 ലക്ഷം രൂപയോളം, അത് മെഡിക്കലായിട്ടും എഡ്യൂക്കേഷണലായിട്ടും അതുപോലെ തന്നെ ഹൗസിങ്, പിന്നെ മാരേജ് സപ്പോർട്ട്, അങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒത്തിരിയധികം നിരവധി അപേക്ഷകൾ വന്നു കിടപ്പുണ്ട്. അത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു സഹായം ആവശ്യമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും 1 മാസത്തെ ദശാംശം ചോദിക്കുന്നതിൽ അപാകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ഈ സഹായങ്ങൾ അനേകരുടെ കണ്ണീരൊപ്പാനായിട്ട് ഇപ്പൊ തന്നെ ഒരു ഭവനം നമ്മൾ പണിത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. കാരണം ഞങ്ങള് പോയി ആ വീട് കണ്ടു, മഴ വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ചോർന്നൊലിക്കുകയാണ്. അപ്പൊ ആ വീടാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മുകൾ വശത്ത് ഈ ഷീറ്റ് മാറ്റിയാൽ മാത്രം ഒരിക്കലും അത് സോൾവ് ആകത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഭവനമാണ് അത്. അതുപോലെ നമുക്ക് ഒത്തിരി അധികം റിക്വസ്റ്റുകള്, പഠനമായിക്കോട്ടെ, ഒരു കുഞ്ഞിന്റെ പഠനം നിന്നിരിക്കുകയാണ്, അതിന് ആവശ്യമായ ഫീസും കാര്യങ്ങളും ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി അധികം അപേക്ഷകൾ നമുക്ക് വന്നു കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും 1 മാസത്തെ ദശാംശം ഞാൻ അപേക്ഷിക്കുകയാണ്. ആരും ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തടസ്സപ്പെട്ടു പോവുക, ആരെങ്കിലും നമ്മുടെ മുമ്പിൽ കൈനീട്ടുമ്പോൾ അത് തടസ്സപ്പെട്ടു പോവുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവര് ദശാംശം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ സ്റ്റൈപ്പൻഡ് കിട്ടാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാളൂടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ സമാധാനമാണ്, സന്തോഷമാണ്. ഞാൻ പിള്ളേരോട് പറയാറുണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയ സമാധാനം തന്നെ. നമ്മുടെ തോമസിന്റെ ഒക്കെ ഷെയറിംഗ് ഒക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒരു വലിയ തുകയൊന്നും അയക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ
അത് നമുക്ക് വലിയൊരു കൈത്താങ്ങായിരിക്കും. നമുക്ക് ഒത്തിരി അധികം ആൾക്കാരെ സഹായിക്കാനായിട്ട് സാധിക്കും എന്ന് അറിയിക്കുന്നു. അപ്പം 14ാമത്തെ ബാച്ചിന്റെ ലിങ്ക് ഈ ആഴ്ചയിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദത്തിനും അവസാനത്തെ സന്ദേശത്തിനുമായിട്ട് ഇന്ന് പിതാവ് തിരക്കായി പോയി. ജോയ് പിതാവ് അല്ലെങ്കിൽ ഓടിയെത്തുന്നതാണ്. ഇന്ന് പിതാവ് തിരക്കാണ്. പിതാവിന്റെ അങ്കിള് തന്നെയായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അരീക്കാട്ടച്ചൻ നമുക്ക് സന്ദേശം നൽകാനും ആശീർവാദം നൽകാനുമായിട്ട് എത്തിയിട്ടുണ്ട്. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛാ. ഓക്കെ, കേറിയാം. ഞാൻ സ്വരം കേൾക്കുന്നുണ്ടോ? ഉണ്ട് അച്ഛാ, ഉണ്ട്, കാണാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു ഗ്രീറ്റിംഗ്. ഞാൻ മുഴുവൻ ക്ലാസ് ഞാൻ കേട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി ഇത് കൂട്ടായ്മയെ പറ്റിയ ഒരു ക്ലാസ് ആണെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇത് 13ാമത്തെ ബാച്ച്. ആരംഭകാലത്തൊക്കെ ഞാൻ സ്ഥിരം ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറെ കമ്മിറ്റ്മെന്റ് ഒക്കെ വന്നപ്പോൾ ഇത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ വളരെയധികം താല്പര്യത്തോടു കൂടി ഇതിനെ കാണുന്നു. ഇത് എവിടെ സഭയെ പറ്റിയും ബൈബിളിനെ പറ്റിയും നമ്മുടെ ദൈവശാസ്ത്രത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നു, അവിടെയൊക്കെ ഞാൻ വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അന്ന് ഇന്നും എന്നും. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ ഇതിനെ പതിയെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഈ സംരംഭത്തെ വളരെയേറെ അഭിനന്ദിക്കുകയും ഞങ്ങൾക്ക് ഒത്തിരി ദൈവാനുഗ്രഹം ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയത്തെ പറ്റിയൊക്കെ നിങ്ങൾ വളരെയധികം പഠിച്ചു കഴിഞ്ഞു. ഞാൻ കുറച്ച് കേട്ടു, പിന്നെ ആലിസിയോട് ചേച്ചിയുടെ കുറച്ച് ഷെയറിങ് ഞാൻ കേട്ടു. അപ്പൊ അതൊക്കെ ഈ കൂട്ടായ്മയ്ക്ക് വളരെയധികം സഹായകമായ കാര്യമാണ്. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇതൊരു നല്ലൊരു കൂട്ടായ്മ തന്നെയാണ്. നിങ്ങൾ ഈ പ്രിലിമിനറി മെസ്സിയോ ടീമിന്റെ ഈ ഒരു കൂട്ടായ്മ തന്നെ വലിയൊരു മാതൃകയാണ്. ഇത്ര നാളുകൾ, ഇത്ര വർഷങ്ങളായി നിങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത്. അത് പരിശുദ്ധാരൂപി ഇല്ലാതെ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ലല്ലോ. കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകുന്നത് ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്, പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ്. നമുക്ക് ബൈബിൾ പലപ്പോഴും നമ്മൾ വായിക്കുന്ന ഒരു കാര്യം എന്താണ്, പ്രത്യേകിച്ച് തന്നെ ഇപ്പൊ എന്നെ സ്പർശിച്ച ഒരു കാര്യം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12ാം അധ്യായത്തില്, അവിടെ 12ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. ഇതാണ് പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യം. നിങ്ങൾ അന്യോന്യം സഹോദര തുല്യം സ്നേഹിക്കുവിൻ. അപ്പൊ ഈ അന്യോന്യം എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്ക് ഒരു അടിത്തറയാണ് അന്യോന്യം. അത് ഈ പുതിയ നിയമത്തിൽ വളരെയേറെ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ശൈലി തന്നെയാണ് അന്യോന്യം. നിങ്ങൾ സഹോദര തുല്യം സ്നേഹിക്കുവിൻ. വീണ്ടും പറയണം, പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. അപ്പൊ നമുക്കറിയാം, ഈ കൂട്ടായ്മയ്ക്കയുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ നല്ല ഒരു ബഹുമാനം ഉണ്ടാവണം. എല്ലാവരോടും ബഹുമാനം ഉണ്ടാവണം. ബഹുമാനത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അത് സ്നേഹത്തിലൂടെ കടന്നു വരും. പിന്നെ നമുക്ക് എപ്പോഴും ക്ഷമിക്കാനുള്ള ഒരു മനോഭാവം വരും. 3-4 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ കാര്യമാണ് ബഹുമാനിക്കുക. എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുക. ഈശോ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിലെ പലതരം ആളുകൾ, സമൂഹത്തിന്റെ ആ ശ്രേണിയിൽ താഴെ കിടക്കുന്നവര്, മോളിൽ കിടക്കുന്നവര്, പഠിച്ചവര്, പഠിക്കാത്തവര്, രോഗികള്, വേദനിക്കുന്നവര്, യുവതി യുവാക്കന്മാര്, കുട്ടികള്, അങ്ങനെ പലതരം ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളവര്. എല്ലാവരെയും ബഹുമാനിക്കുക. ഇന്ന് ഞാൻ പലപ്പോഴും കാണുന്ന ഈ ബഹുമാനത്തിന്റെ ഒരു കുറവാണ്. പലപ്പോഴും നമുക്ക് ഒത്തിരി പേർക്കുള്ള പ്രശ്നം തിരസ്കരണം അനുഭവിക്കുക. അതിപ്പോ ഞാൻ ഇടവക കമ്മ്യൂണിറ്റികളിലും സന്യാസ സമൂഹത്തിലും വൈദികരുടെ ഇടയിലൊക്കെ കാണുന്ന കാര്യമാണ് ഈ ഒരു തിരസ്കരണം അനുഭവിക്കുക. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ബഹുമാനത്തിന്റെ ഒരു കുറവാണ്. ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം എല്ലാവരെയും. കാരണം എന്താ? അവരിൽ യേശു വസിക്കുന്നു, ദൈവം വസിക്കുന്നു, ദൈവത്തിന്റെ ഛായയാണ് ഓരോ വ്യക്തിയും. അതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുകയാണ്. അപ്പൊ കൂട്ടായ്മയുടെ ആരംഭം ഇങ്ങനെ ഒരു ബഹുമാനിക്കുക, എല്ലാവരെയും ബഹുമാനിക്കുക. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എങ്ങനെയാണ്? നിങ്ങൾ അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുക അല്ലാതെ ശപിക്കരുത്. ശപിക്കരുത്. പിന്നെ വീണ്ടും ഈ റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുകയാണ് 16ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. 12ാം അധ്യായത്തിലെ
16-ാമത്തെ വാക്യമാണ്. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ, ഔദ്ധത്യം വെടിഞ്ഞ് എളിമയുള്ളവരുടെ തലത്തിലേക്ക് ഇറങ്ങുവിൻ. അതായത് എളിമ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂട്ടായ്മ വരെയുള്ളൂ. ഈ അടിസ്ഥാന മനോഭാവങ്ങളാണ് ഇതെല്ലാം. എളിമയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു അപ്പോൾ ബഹുമാനം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും സ്നേഹിക്കുക. ഒരു എപ്പോഴും സ്നേഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവരെയും നമ്മൾ സ്നേഹിക്കുക, യാതൊരു വ്യത്യാസമില്ലാതെ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മിൽ ധാരാളമായിട്ടുണ്ട്. ആ ഒരു രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നമ്മൾ ധാരാളം പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് സ്നേഹിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത് ക്ഷമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിരിക്കാം നമുക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ വരാം. അപ്പൊ ഞാൻ ഈ പ്രായം കൂടിയപ്പോൾ ഞാൻ കണ്ടൊരു പ്രത്യേകത, ക്ഷമിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു ഇറിറ്റേഷൻ വരിക. പല ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ക്ഷമിക്കാൻ തയ്യാറാവുക. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വലിയ ഗുണമാണ് ക്ഷമിക്കുക. പലർക്കും ക്ഷമിക്കാൻ പറ്റുന്നില്ല. നാലാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, മധ്യസ്ഥം പ്രാർത്ഥിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് ഓരോ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. ഇപ്പൊ ഈ നിങ്ങളുടെ ഈ മിസിയോ ടീം, ആ മിസിയോ ടീമിലുള്ള എല്ലാവർക്കും എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. എന്നാലും എല്ലാ ദിവസവും മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടായ്മ കൂടും. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് നമ്മൾ പരസ്പരം പങ്കുവച്ച് ജോലി ചെയ്യണം. ഈ സുവിശേഷ വേല, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത് തന്നെ എത്ര പേര് കൂടി ചേർന്നിട്ടാണ്. അങ്ങനെ പങ്കുചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ കൂട്ടായ്മയുണ്ടാകും. ഈ 1-2 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്ന് ക്ലാസ് എടുത്തവരും സാക്ഷ്യം പറഞ്ഞവരും ഷെയർ ചെയ്യുന്നവരും എല്ലാവരും അനുഗ്രഹിക്കുന്നു. ആലീസ് കുട്ടി ചേച്ചി മുതൽ ടോമിച്ചൻ മുതൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളെ എന്നെ വിളിച്ചതിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സെഷൻ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. സർവശക്തനായ ദൈവമേ, ഈ മിഷൻ ടീമിന്റെ ഈ പ്രിലിംസ്, ഈ ഒരു സുവിശേഷ പ്രഘോഷണം, ഈ കെറിഗ്മ ഇതുവരെ പഠിക്കുന്നു, ആഴത്തിൽ മനസ്സിലാക്കുന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നു. പല ആളുകളും പലയിടത്തു നിന്നും ഇതിനെ അറ്റൻഡ് ചെയ്യുന്നു. എന്തൊരു മനോഹരമായ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ വേദി. നല്ലൊരു കൂട്ടായ്മയ്ക്കുള്ള വലിയ മനോഹരമായ ഒരു മാതൃകയാണ് ഈ ഒരു വേദി. ദൈവമേ, ഇപ്രകാരം ഇവർക്ക് എല്ലാവർക്കും നല്ല മനസ്സ് കൊടുത്തതിന്, ഇവരെ എളിമപ്പെടുത്തിയതിന്, വിനയം അഭ്യസിക്കുന്നതിന്, കൂട്ടായ്മയിൽ പങ്കുചേരാൻ താല്പര്യം കാണിക്കുന്നതിന്, എല്ലാവരെയും ഉൾക്കൊള്ളാനും കേൾക്കാനും ഇവർ താല്പര്യം കാണിക്കുന്നതിന് അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് ദൈവമേ, ഈ സമൂഹത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. അവർ കൂടുതൽ എളിമയുള്ളവരും വിനയമുള്ളവരായി തീരട്ടെ. അന്യോന്യം സ്നേഹിക്കാനും അന്യോന്യം ബഹുമാനിക്കാനും ഇവരെല്ലാം തൽപരരായി മുന്നോട്ട് വരട്ടെ. ഈ ക്ലാസ്സുകൾ ഇത് അഭ്യസിക്കേണ്ടതാണ്, പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നുള്ള ഒരു നല്ല അവബോധം ഇവർക്കുണ്ടാകണമേ. ദൈവമേ, ഈ ക്ലാസ്സുകൾ ഓരോരുത്തരും നന്നായി അഭ്യസിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ, ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആകുവാൻ ഇവരെ സഹായിക്കണമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി അവര് ചിലരെങ്കിലും ഉറങ്ങാൻ പോകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ സഹവാസം അവരോട് കൂടി ഉണ്ടാകണമേ. ജോലി ചെയ്യാനായിട്ട് ചില രാജ്യങ്ങളിൽ ഇപ്പോൾ പകലൊക്കെ ആയിരിക്കും. അവർ ജോലിക്ക് പോകുന്നവർക്ക് അങ്ങ് അവരുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങനെ ഈ ഒരു സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ഇവർ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ട ദൈവാനുഗ്രഹം ഇവർക്ക് നൽകണമേ. എല്ലാവരെയും തൊട്ട് അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിത പങ്കാളിയെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും ഇവരുടെ വീടിനെയും സാധന സാമഗ്രികളെയും ഇവരുപയോഗിക്കുന്ന എല്ലാ ഡിവൈസസിനെയും എല്ലാം ദൈവമേ അങ്ങ് പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ടോമിച്ചാ കഴിഞ്ഞു കേട്ടോ, എന്റെ കാര്യം കഴിഞ്ഞു. തിരക്കിനിടയിൽ ഓടി വന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഒരു കുഴപ്പമില്ല, സന്തോഷല്ലേ? സന്തോഷല്ലേ? അതെ, ഞങ്ങളുടെ മറിയം ത്രേസ്യാടി തീർത്ഥയാത്രത്തിലെ വലിയ തിരുനാളിന് ഒരുക്കണം 9 ദിവസം നൊവേന. അപ്പോ അതിന് ഓരോ ദിവസം ഓരോ മെത്രാന്മാര് വരും. ഇന്ന് മൂവാറ്റുപുഴ മെത്രാൻ, മലങ്കര റീത്തിലായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ കാറി കയറ്റിട്ട് ഒറ്റ ഓട്ടോ ഓടിയിട്ടാണ് ഇവിടെ എത്തിയത്. ടോമിച്ചൻ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മള് തിരസ്കരിക്കരുതല്ലോ.
ബഹുമാനമാണല്ലോ കാര്യം, കൂട്ടായ്മയാണല്ലോ കാര്യം. അപ്പൊ അത് പ്രാവർത്തികമാക്കി എനിക്കൊരു അവസരം തന്നു കേട്ടോ. താങ്ക് യു. ഒത്തിരി ഒത്തിരി താങ്ക് യു സന്തോഷം. അച്ഛാ. താങ്ക് യു ആ വെരി മച്ച്. പിന്നെ താങ്ക് യു ആരാ അച്ഛാ. ഉള്ളത്? അച്ഛന്റെ ഓക്കെ മോനെ, താങ്ക് യുടാ. പറഞ്ഞോ. അച്ഛന്റെ വാക്കുകൾക്കും സന്ദേശത്തിനും ഏറ്റവും നല്ല ആശീർവാദത്തിനും അച്ഛാ ഒരുപാട് നന്ദി. ഓക്കേടാ. തോമസ് കുട്ടി ചെന്നൈയിൽ നിന്നാ കേട്ടോ. ആരാ? തോമസ് കുട്ടി ചെന്നൈയിൽ നിന്നാണ്. ഇവിടെ അപ്പൊ അവൻ ആരാ? ചെന്നൈയിൽ നിന്നും എവിടെ നിന്നൊക്കെയാണെന്നറിയാം ഓരോരുത്തർ പറയുന്നത്. അവൻ ആരാ? നമ്മുടെ നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാരനോ, ബന്ധുവോ, ലീഡറോ എങ്ങനെയാ? കോഴ്സ് കൂടിയിട്ട് പോയതാച്ചാ. ആണല്ലേ? ഓക്കെ, ഗുഡ് ബോയ്. കാസർഗോഡുകാരനാ. അവൻ അത് അതിനു പിന്നെ വേണ്ടി തന്നെ ഇവിടെ വന്ന് കോഴ്സും കൂടി നേരെ പോയി ജോലി കയറുകയായിരുന്നു. ആണോ? ഗുഡ്. അപ്പൊ കൺഗ്രാചുലേഷൻ. അപ്പൊ അലുസുട്ടി ചേച്ചിക്ക് സുഖല്ലേ? സുഖം അച്ഛാ. താങ്ക് യു വെരി നമ്മുടെ മച്ച്. ആ മിസ്സിയം ഹോമിൽ തന്നെയല്ലേ താമസിക്കുന്നേ? ആണേ. ഓക്കെ. അവിടെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന കേൾക്കുന്നു. അതിനൊക്കെ ഇവരിക്കലും ഒത്തിരി സന്തോഷം. വരണേ. പിന്നെ തീർച്ചയായിട്ടും അന്ന് ഞാൻ വന്നത് വെഞ്ചരിപ്പിന് വന്നതാ, പിന്നെ വന്നിട്ടില്ല. അപ്പൊ എത്രയായാലും ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോ അന്ന് ഇനി പിന്നെന്താ ഇനി പറയാനുള്ളതൊക്കെ പറഞ്ഞോ. കൺക്ലൂഡിങ് സെഷൻ എങ്ങനെയാ? കൺക്ലൂഡിങ് കഴിഞ്ഞ് ഇനി ഒരു പാട്ടുകൂടെ പാടി കഴിഞ്ഞാൽ കൺക്ലൂഷൻ ആയി. ആലിസൂട്ടി ചേച്ചിയുടെ പാട്ടാണോ അത്? പറയാം. അല്ല. കൺക്ലൂഡ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ. ഓക്കെ തോമസ് കുട്ടി, താങ്ക് യുടാ. താങ്ക് യു. ഗോഡ് ബ്ലെസ് താങ്ക് യു യു. അച്ഛാ. ഓക്കെ. അവസാനമായിട്ടൊരു ഗാനത്തോടെ നമുക്ക് പിരിയാം. പാട്ടുപാടാനായി പ്രീത ചേച്ചിയെ ക്ഷണിക്കുന്നു. റെഡിമണിയായിട്ടിരിക്കുന്നുണ്ട്. നന്ദി നന്ദി എന്നേശുപരാ, നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.